हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, രാധാ പവനപരേഷൻ की जय। ഗുരുവായൂർ മഞ്ജരീസിനെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ, നമസ്തേ, ഓം ശ്രീ മാത്രേ നമഃ. ഇഷ്ടായോ ഇല്ലേ? നല്ല പാട്ടാണ്. ക്ലാസ് എടുക്കുന്നതിനേക്കാൾ മുമ്പേ ഒരു ടാസ്ക്കാണ്. ഇന്ന് ഏത് നല്ല കീർത്തനം നിങ്ങളെ കേൾപ്പിക്കാം, ഇതാണ് വലിയ ടാസ്ക്. പിന്നെ എനിക്കൊരു വിഷമം പറയാനുള്ളത്, പലരും ക്ലാസ് ഷെയർ ചെയ്യുന്നില്ല. അതൊരു സങ്കടമുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, മെസ്സേജുകൾ നോക്കുന്നു, കുറേ പേര് വിളിക്കുമ്പോൾ അതിന് ആൻസർ കൊടുക്കുന്നു. പലരെയും കോൾസിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അറ്റൻഡ് ചെയ്യൂ കേട്ടോ. നാളെ ആയിട്ട് ബാക്കിയുള്ളവരെയും കൂടി വിളിക്കും. തീർച്ചയായിട്ടും ചേർത്ത് നിർത്തിയാൽ കൈവിടില്ല. ഓക്കെ ഓക്കെ ശിവ മാതാജി, ഞാൻ ഏട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വിളിച്ചു പറയാം കേട്ടോ. ആരെയും കൈവിടില്ല, ഒരാളെയും കിച്ചൂട്ടൻ കൈവിടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിപ്പോവും. അത് 2-3 ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്, ഓരോരോ കുഞ്ഞു വയ്യായികകൾക്ക്. അപ്പം അതിൻ്റെ സഡേഷൻ കാരണമാണ്. അപ്പോൾ കുറച്ച് പേരുടെ കോൾസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു, കുറച്ച് പേരുടെ കോൾസൊക്കെ പെൻഡിങ് വെച്ചു. ബാക്കിയുള്ളവരെ നാളെ വിളിക്കും. ശ്രീലതാ മാതാജി, ശ്രീകുമാരി മാതാജി ഒക്കെ നാളെ വിളിച്ചു, നമുക്ക് സംസാരിക്കാം. രാവിലെ വിളിക്കും, വലിയ ഒരു 9:30-ക്ക് ശേഷം വിളിക്കണം. കാരണം എനിക്ക് ഈ ഒരു 6-7 ദിവസമാണ് പൂജ ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 6-7 ദിവസം പൂജ ഇല്ലാതാകുമ്പോൾ ഞാൻ രാവിലെ കുറച്ച് നേരം വൈകിട്ടേ എഴുന്നേൽക്കാറുള്ളൂ. ഒരു 7:30, 8, 8:30 അങ്ങനെയൊക്കെ എഴുന്നേൽക്കും. കാരണം മാസത്തിൽ നമുക്ക് ആ ഒരു 6-7 ദിവസമേ രാവിലെ കിടക്കാൻ കുറച്ച് റെസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 9:30-ക്ക് ശേഷമൊക്കെ വിളിച്ചാൽ നമുക്ക് രാവിലെ സംസാരിക്കാം ഈ ദിവസങ്ങളിൽ. അല്ലെങ്കിൽ പിന്നെ നോർമലി നിങ്ങൾ എത്ര മണിക്ക് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ വേറെന്താ വിശേഷം? എന്തെങ്കിലും പ്രധാനപ്പെട്ട വിശേഷങ്ങളുണ്ടോ? തങ്കമണി ചേച്ചി, എനിക്ക് ഭയങ്കര മടിയാ ഷെറീൻ ഡാൻസ് ചെയ്യാന്ന് പറയും. ഞാൻ ആ നേരം കൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് വല്ല മെസ്സേജും വായിച്ച് വല്ല ബുക്കും വായിച്ച് കിട്ടുന്ന സമയം കുറച്ചു നേരം കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല സുജിത് പ്രഭുവിന്റെ വോയിസ് കേൾക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോരുത്തർ ഓരോ വിഷമം പറയല്ലോ, അപ്പൊ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ തങ്ങി നിൽക്കും. കാരണം വിളിച്ചോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് സങ്കടം പറയുമ്പോഴേ, ഇന്നിപ്പോൾ ഒരു മാതാജി വിളിച്ചു, കാര്യമൊന്നും പറയില്ല കേട്ടോ, ആരാന്ന് പേരും പറയില്ലേ. അതൊക്കെ നമ്മളും അവരുമായിട്ടുള്ള സീക്രട്സ് ആണ്, കാരണം നമ്മളെ വിശ്വസിച്ച് പറയുന്നല്ലേ. അപ്പൊ അവര് വിളിച്ചിട്ട് അമ്പിളി മാതാജി, ഞാൻ പറഞ്ഞാ പറയും മാതാജി. പിന്നെ അവരങ്ങ് പൊട്ടിക്കരയുമായിരുന്നു. കാരണം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ലേഡീസ് മിക്കപ്പോഴും അല്ലേ, പല ടെൻഷൻസ് കാരണം ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാതെ. അപ്പൊ അവര് നമ്മളൊന്ന് കേൾക്കുമെന്ന് തോന്നുമ്പോ അവര് നമ്മളെ മുമ്പിൽ അങ്ങ് കരഞ്ഞു തീർക്കും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് സങ്കടമല്ല, എങ്ങനെ പ്രീത മാതാജി വിളിച്ചപ്പോ ഞാൻ കടയിലായിരുന്നു, വിളിക്കാം നാളെ വിളിക്കാം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഓർക്കും, ഈശ്വര എങ്ങനെയാണ് ഇവർക്കൊരു സമാധാനം കിട്ടുക, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം ഭഗവാനെ ഇവർക്കൊരു ആശ്വാസം കിട്ടാൻ എന്നാലോചിച്ച് എന്റെ മനസ്സ് പിന്നെ അതിലൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, പാവം ആ മാതാജി എന്തോരം വിഷമിക്കുന്നു, അവരെത്രമാത്രം കഷ്ടപ്പെടുന്നു. ചില സമയത്ത് മാതാജിമാര് മാത്രമായിരിക്കില്ല. അപ്പോ പ്രാർത്ഥിക്കാം ശിവ മാതാജി. അപ്പോ മാതാജിമാര് മാത്രമായിരിക്കില്ല, ചില മെയിൽ ജെൻസ് അവരൊക്കെ വിളിക്കും, മാതാജി സഹിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ്. അതെ, രമണൻ പ്രഭുവിന്റെ കാര്യമാണ് ഞാനിപ്പോ ആലോചിച്ചത്. പിന്നെ യാത്രയിലൊക്കെ ആവുമ്പോഴേ ഞാൻ അങ്ങോട്ട് കോൾസ് അധികം അറ്റൻഡ് ചെയ്യില്ല. കാരണം എന്താ അറിയോ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് നിങ്ങളൊരു കാര്യം പറയുമ്പോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും എൻ്റെ മൈൻഡ് പോകാതെ നിങ്ങൾ പറയുന്ന ആ കാര്യം എനിക്ക് ശ്രദ്ധയോടെ കേൾക്കണം. നമ്മളിപ്പോ എനിക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഞാൻ കാണാത്ത ആരോ വിളിക്കുന്ന അത് വെറുതെ ചെവിയിലിരുന്ന് ഞാനിങ്ങനെ ഓക്കെ ശരി മാതാജി ഇങ്ങനെ കേട്ടു പോകുന്നതിൽ എനിക്ക് അർത്ഥമില്ല. അത് ശരിയല്ല. അവരവരുടെ വിഷമം നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് പൂർണ്ണമായി ഹൃദയത്തിൽ ഉൾക്കൊണ്ട് കേൾക്കാൻ നിൽക്കുമ്പോഴാണ് ആ ഒരു ബന്ധം അവിടെ അമൂല്യമാവുന്നത് അല്ലേ. അപ്പൊ എനിക്കത് നിങ്ങൾ എന്നോട് പറയുമ്പോൾ എനിക്കത് കേൾക്കണം, മനസ്സ് തുറന്ന് കേൾക്കണം. അതിന് പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും എൻ്റെ വീടാണ്, ഇവിടെ ചെന്നൈയില്. അല്ലാത്തൊരു ഇപ്പൊ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ അവർ വിളിക്കുമ്പോൾ മാതാജി ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നത് ജപിക്കാനാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അത് കേൾക്കാന്ന് പറയുമ്പോൾ പ്രായോഗികമല്ല.
ഇപ്പൊ പുറത്തൊരു കടയിൽ നിൽക്കുകയാണല്ലേ, വണ്ടിയിൽ ട്രാവൽ ചെയ്യണം, അപ്പോഴൊന്നും അത് കേൾക്കാന്ന് പറയുന്നത് എനിക്കത് ഇഷ്ടമല്ല. പിന്നെ കോഴിക്കോട് നിന്നൊരു വസന്ത മാതാജി, ഒരു സീന മാതാജി, ഇവരൊക്കെ കണ്ടിന്യൂസ് വിളിക്കുകയാണ്. അപ്പൊ ഇവരോടൊപ്പം ഒന്ന് എനിക്ക് സംസാരിക്കണം, അവരുടെ വിഷമം എന്താണെന്ന് കേൾക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന എന്താ പറയാ കുറച്ച് ആശ്വാസ വാക്കുകൾ അത് അവർക്ക് പകർന്നു കൊടുക്കുകയും അവരത് കേൾക്കുകയും ആശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമാണ്, അവർക്കും ഒരു മനസ്സമാധാനം. കാരണം ആരെങ്കിലോടൊക്കെ പറയാനുണ്ടല്ലോ എന്നൊരു ആശ്വാസം അവർക്കും, കുറെ പറഞ്ഞ് പെയ്തൊഴിയുമ്പം അതൊരു മനസ്സമാധാനം അവർക്കും. അപ്പൊ അത് മതിയാവും ഒരാൾക്ക് ഒരു പക്ഷെ ജീവിതത്തിലേക്ക് മുന്നേറാൻ വേണ്ടിയിട്ട്, അല്ലെ? ചില വീടുകളിൽ ചില അമ്മമാരൊക്കെ ഹൃദയം പൊട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കും, മക്കളോടും പേരക്കുട്ടികളോടും ആരോടൊന്നും പറയാൻ പറ്റാതെ, ആരോടൊന്നും ചോദിക്കാൻ പറ്റാതെ അവരങ്ങ് നൊന്ത് പോയിട്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ക്ലാസ് കാണുന്നതും ഒന്ന് മോളെ വിളിക്കാം, ഒന്ന് സംസാരിക്കാം, അല്ലെ ഒന്ന് അമ്പിളിയെ വിളിക്കാം, അല്ലെ ഒന്ന് അമ്പിളി മാതാജിയോട് പറയാം. അപ്പോൾ നമ്മൾ അവരുടെ ഹൃദയത്തിൽ അത്രയും ഒരു സ്ഥാനത്ത്, ഒരു മകളുടെ അല്ലെങ്കിൽ ഒരു അനിയത്തിയുടെ, ഒരു ചേച്ചിയുടെ, ഒരു കൂട്ടുകാരിയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണല്ലോ അവർ നമ്മളെ വിളിച്ച് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അത് ഞാൻ അത്രയും ശ്രദ്ധയോടുകൂടി കേൾക്കണം, അതെന്റെ നിർബന്ധമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാവുമ്പോൾ ഓരോരുത്തരെയും തിരിച്ച് വിളിച്ച് സംസാരിച്ച് കേൾക്കുന്നത്. അപ്പൊ ആരുടെയും കോൾസ് ഒന്നും അവോയ്ഡ് ചെയ്യുന്നതല്ല. ഒരിക്കലും ഞാനിത് കിച്ചുവിന്റെ മുന്നെന്ന് പറയാണ്, നിങ്ങളെ ഒന്നും ഒരിക്കലും ഞാൻ അവോയ്ഡ് ചെയ്യില്ല, നിങ്ങളുടെ കോൾസ് അവോയ്ഡ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ബുക്സ് പാക്കിംഗ് ഒക്കെ ഞാൻ വേറെ ഒരു സ്ഥലത്ത് ഞാൻ ഏൽപ്പിച്ചു. കാരണം അതും കൂടി ആവുമ്പോൾ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും, മനസ്സിലായില്ലേ? എല്ലാ ജോലിയും കൂടി ആകുമ്പോഴേ നമുക്ക് സമയം തികയാതെ വരും. പാക്കിംഗ് ഒരു സ്ഥലത്താക്കി, ദിവ്യ മാതാജി അമ്മു എല്ലാം കൂടെ ഒരുമിക്കുമ്പോൾ അന്നദാനം അതും ഒരു സെറ്റാക്കി, അതാകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. അപ്പൊ എനിക്ക് നിങ്ങളെ കേൾക്കാം, നിങ്ങളോട് സംസാരിക്കാം, ക്ലാസ് എടുക്കാം, വായിക്കാം, അല്ലെ, അന്നദാനം കൊടുക്കാം, യാത്ര ചെയ്യാം. മഞ്ജരീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ മഞ്ജരീസ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മാതാജി. അതേ ഉള്ളൂ ഇപ്പോൾ ഒരു ആൻസർ. ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ. മഞ്ജരീസിന് അങ്ങനെ ഒരു പ്രത്യേക പ്ലേസ് ഒന്നും ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഭഗവാന്റെ അടുത്താണ് മഞ്ജരീസിലാണ് ഭഗവാൻ എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അത്ര മഞ്ജരീസ് അങ്ങനെ ഒരു വലിയ ഒരു സാമ്പത്തിക ഉയർച്ചയുള്ള ഒരു വലിയ സംരംഭമൊന്നല്ല മാതാജി. എന്നാലും മഞ്ജരീസുമായി ബന്ധപ്പെടുന്നവരാരായാലും ഒരു വാക്ക് തരാം, അവർ പട്ടിണി കിടക്കില്ല. അവരൊരു മരുന്നിന് ബന്ധപ്പെടുകയാണെങ്കിൽ മരുന്ന് കിട്ടാതിരിക്കില്ല, ഒരു വസ്ത്രത്തിന് ബന്ധപ്പെടുകയാണെങ്കിൽ വസ്ത്രം കിട്ടാതിരിക്കില്ല. ഈ 3 കാര്യമേ എനിക്ക് ഇപ്പോൾ മഞ്ജരീസിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഞങ്ങൾക്കൊരു ഓൺ പ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല മാതാജി. ഓഫീസുകളൊക്കെ ആയി വരുന്നു, ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു, അങ്ങനെ പോണു മാതാജി. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ. മാതാജി ഗുരുവായൂർ എത്തിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. നമ്മളെയാൾ കഴിയുന്ന എന്തെങ്കിലും സഹായമാണെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലായിടത്തും ഉണ്ട്, ചെയ്തു തരും, കൈവിടില്ല. പിന്നെ താമസ സൗകര്യം മഞ്ജരീസിനുണ്ട് ഗുരുവായൂരിൽ. അത് നമുക്ക് 3 നടയിലും ഉണ്ട് മാതാജി. അപ്പോൾ അതിന് വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു തരാം. അതിൽ നിന്നൊന്നും മഞ്ജരീസ് ഒരു രൂപ പോലും ബെനിഫിറ്റ് എടുക്കുന്നില്ല. മഞ്ജരീസിന്റെ ഗസ്റ്റുകൾക്ക് സ്പെഷ്യൽ റിഡക്ഷനിൽ ഹോട്ടൽസ് പ്രൊവൈഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ മാതാജി. അല്ലാതെ നമ്മളുടെ ഓൺ പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല. ഭാവിയിൽ ഭഗവാൻ തന്നാൽ മഞ്ജരീസ് കുടുംബത്തിന് എല്ലാവർക്കും ഒരു അഡ്രസ്സ്, അത്രയും ഞാൻ പറയും. അവസാന കാലമാകുമ്പോഴും തളരുമ്പോഴും കുടുംബത്തിനും കൂട്ടർക്കും ബാധ്യതയാണെന്ന് തോന്നുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒന്നും എടുക്കണ്ട, ആധാർ കാർഡ് ഉണ്ടോ അതും എടുത്തോളൂ, ബസ്സിന് കാശില്ലേ വിളിച്ചോളൂ, അങ്ങനെ ഒരു ഓൺ പ്ലേസ് വന്നാൽ പോന്നോളൂ, കിടക്കാൻ ഒരിടവും കഴിക്കാൻ 3 നേരത്തെ ഭക്ഷണവും മഞ്ജരീസിലുണ്ടാവും. ഇതാണ് മഞ്ജരീസ് കൊണ്ടുള്ള എൻ്റെ ഒരു സ്വപ്നം. അവിടെ ഞാനും ഉണ്ടാവും. കാരണം സ്വന്തം മക്കൾക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാധ്യതയാവും, അല്ലെങ്കിൽ അവരുടെ ലോകത്തേക്ക് നമ്മൾ അധികം എൻട്രി ചെയ്യാതിരിക്കുക. കാരണം തലമുറ കുറച്ച് മുന്നോട്ട് പോവുകയാണ്, ഫാസ്റ്റ് ലൈഫാണ്. അപ്പോൾ അവർക്കൊന്നും നമ്മളൊരു ബാധ്യതയാവാതിരിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലേസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സന്തോഷം. എല്ലാവരും സമാധാനമായിരിക്കുക, സന്തോഷമായിരിക്കുക. ഇപ്പോൾ നാളെ ഞാൻ ഉണ്ടാവില്ല. നാളെ രാത്രി സുഖം മാതാജി, സുഷ മാതാജിയുടെ പുതിയ വാവയും മോളൊക്കെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിലുണ്ട്. സൂപ്പർ വസന്ത മാതാജി. പിന്നെ വസന്ത മാതാജിക്ക് വേണ്ടിയിട്ടൊക്കെ നിരന്തരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സീന മാതാജി, വസന്ത മാതാജി, കുറേ പേരുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ എനിക്കിപ്പോൾ തല്ല് കിട്ടും നിങ്ങളോട്. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. വിജയ് പ്രഭു. പിന്നെ വേറെന്താ പറയുന്നത്, നാളെ ഞാൻ പാലക്കാട് പോവാണ്. എന്താണ് സുജാത മാതാജിക്ക് ഒരു വിഷമം? പാലക്കാട് ലീലാമണി മാതാജി, അപ്പയോടെ എൻ്റെ അന്വേഷണം പറയണം കേട്ടോ.
പിന്നെ നാളെ ഞാൻ രാത്രി എനിക്ക് 11:50 ട്രെയിന്. അനൂസ് ധൈര്യമായിട്ടിരിക്കണം. വരാം സുജിത് പ്രഭു. അങ്ങയുടെ കണ്ണൊക്കെ ശരിയായോ? ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ നാളെ ഉറപ്പായിട്ടും നമുക്കെല്ലാവർക്കും കൂടെ നാമവും ചൊല്ലി എവിടെ ഇരിക്കാന്നേ, അത് മതി. നമ്മുടെ വാർദ്ധക്യമൊന്നും ആർക്കും ഒരു ബാധ്യതയാവരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ പ്രണാമം. സൂപ്പർ വിഷ്ണു. നാളെ ഞാൻ പോവാണ് പാലക്കാട്ടേക്ക്. പോയിട്ട് എനിക്കൊന്ന് ഗുരുവായൂരും കൂടെ തൊഴണമെന്നുണ്ട്. സാധിച്ചാൽ യാത്രകൾക്ക് മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ല, സമയവുമെല്ലാം താങ്ക് യു അനുകൂലമാണെങ്കിൽ നമ്മുടെ മഞ്ജരീസ് കുടുംബത്തിന് വേണ്ടിയിട്ട് പാലക്കാട് എത്തും. സാധിക്കുന്നവർ വരിക. എനിക്ക് ഷാർജയിലെത്തി. സൂപ്പർ. എല്ലാവരെയും എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതിലുപരി ഒരു പ്ലസന്റ് സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തുവെച്ചിട്ടുണ്ട്. ആയിട്ടില്ല, എൻ്റെ പാലക്കാട് യാത്ര കഴിഞ്ഞ് വരട്ടെ, അനൗൺസ് ചെയ്യാം. നമുക്ക് ഒരാൾക്കായിട്ട് മഞ്ജരീസിൽ ഒരു നേട്ടവും ഇല്ല. അന്നും ഇന്നും ഞാൻ പറയുന്നു, മഞ്ജരീസിൽ ഒരാൾക്കായിട്ട് ഒരു നേട്ടവും ഇല്ല. അതെനിക്കുമില്ല, നിങ്ങൾക്കും ഇല്ല. മഞ്ജരീസ് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ലാലി മാതാജിയോട് എനിക്ക് സംസാരിക്കണം, നാളെ വിളിക്കാം. മഞ്ജരീസ് കുടുംബത്തിനാണ്. എവിടെയെങ്കിലുമൊക്കെ മഞ്ജരീസിൽ ഇന്ന ആൾക്ക് ഇന്ന കിട്ടുന്നു, അതിപ്പോൾ എൻ്റെ പേര് പ്രതിപാദിച്ചാലും ഞാനതൊരിക്കലും അംഗീകരിക്കില്ല. കാരണം നമുക്കാണ് മഞ്ജരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണ്, നമ്മൾക്ക് ഒരുമിച്ച്. മനസ്സിലായില്ലേ? അപ്പോ ഉറപ്പായിട്ടും പ്രദീപ് പ്രഭു നമ്മൾ സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. നമസ്തേ ത്രിവേണി അമ്മ. നമുക്ക് കാണാം സീതാ മാതാജി. അപ്പോൾ വിളിക്കൂ, നമുക്ക് കാണാം, സംസാരിക്കാം സ്നേഹത്തോടെ. നമുക്ക് എല്ലാവർക്കും ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു വളരെ സന്തോഷമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ കാണുന്നതിനേക്കാളും ഇഷ്ടമാണ് നിങ്ങളെ കാണുന്നത്. എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് നിങ്ങളെയൊക്കെ കാണുമ്പോൾ. കാരണം ഞാൻ നിങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ, നിങ്ങളല്ലേ എന്നെ കാണുന്നത്. അപ്പം എനിക്ക് അസൂയ വരൂലേ? എനിക്ക് നിങ്ങളൊക്കെ കാണാൻ വലിയ ഇഷ്ടമല്ലേ? അതാണ്. അപ്പം കിട്ടുന്ന സമയമൊക്കെ വരും, നമുക്ക് കാണാന്നേ. എനിക്കറിയാം എന്നെ പോലെ ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും ട്രാവൽ ചെയ്യാനൊന്നും കഴിയില്ല, പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്, മനസ്സിലായില്ലേ? എന്നാലും നമുക്ക് കാണാം. നോക്കട്ടെ ഞാൻ എവിടെയൊക്കെ എത്തുന്നുണ്ട് നോക്കട്ടെ, നമുക്ക് കാണാം. ശ്രീകണ്ഠൻ പ്രഭു നമസ്തേ. സൂപ്പർ. കോട്ടയത്തേക്ക് വരും. എനിക്ക് ഇവിടെ പോകണം, വൈക്കം മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സായി ടെമ്പിൾ ഉണ്ടെന്ന് എന്നോട് ഇന്നൊരു മാതാജി പറഞ്ഞു. എനിക്ക് അവിടെ പോകണം. ഹൈന്ദവപരമായിട്ട് നമുക്ക് എവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് പോകണം. നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ, ഹൈന്ദവ കുലത്തെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഒരിക്കലും നമ്മൾ നമ്മുടെ ഹൈന്ദവ കുലത്തെ മറന്ന് കളിക്കാൻ പാടില്ല. ഓക്കെ പ്രഭു, ഞാൻ ക്ലാസ്സിലാണേ. ക്ലാസ്സിലാണ്. ക്ലാസ്സിലാണ്. ശരി, ക്ലാസ്സിലാണേ. ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ക്ലാസ്സിലാണ് ഞാൻ. അത് മെസ്സേജ് ഇട്ട് വെച്ചോളൂ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ശരി. നമ്മുടെ ക്ലാസ് കേൾക്കുന്നൊരു പ്രഭുവാണ്. സൂപ്പർ. കൃഷ്ണനാട്ടം അടിപൊളി. ഗുരുവായൂർ വരും. ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം. ചക്കരയെ ഒന്ന് കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. മോട്ടി ബിജു പ്രഭു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് ഇരിക്കാനേ, എന്തെങ്കിലുമൊക്കെ കഥ പറയാനേ. നമുക്ക് ശ്രീ മഹാഭാരതത്തില് ശാന്തി പർവത്തില് നമുക്ക് ഇപ്പൊ പഠിക്കാം. അതില് അഹിംസയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് അഹിംസയുടെ പ്രാധാന്യം? പിന്നീട് ഭീഷ്മര് അഹിംസയുടെ പ്രാധാന്യത്തെ പറ്റി നഖത്തിന്റെ ഗാല്യെ, അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ ഗുരുവായൂർ വരും. പുതിയ സിനിമ ഞാൻ ചെയ്യുന്നില്ല, സിനിമ വേണ്ട, എനിക്ക് സീരിയൽ മതി. സിനിമ തമിഴാകുമ്പോഴേ കുറച്ച് ഗ്ലാമറസ് ഒക്കെ ചെയ്യേണ്ടി വരും. നോമിനത് താല്പര്യമില്ല. ഞാൻ അങ്ങനത്തെ ഒരു കുറച്ച് ബാക്കോട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഗ്ലാമറസ് ഒന്നും പറ്റൂല. എനിക്ക് കംഫർട്ട് കോസ്റ്റ്യൂം അല്ലെങ്കിൽ അത് എത്ര വലിയ പ്രതിഫലം തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യൂല. ഓക്കെ അച്ഛാ, സൂപ്പർ. അപ്പോൾ ദിവ്യ വരും. വയ്യാൻ തോന്നുന്നുണ്ട്, തലവേദനയാൻ തോന്നുന്നുണ്ട്.
അപ്പോൾ സീരിയൽസ് ആകുമ്പോൾ കുഴപ്പമില്ല, സാരി ചുരിദാർ അതിലൊതുങ്ങും, അതുകൊണ്ട് സീരിയൽസ് മാത്രമേ ചെയ്യൂ. മൂവീസ് എനിക്ക് കോസ്റ്റ്യൂം പക്കയാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ എത്ര പ്രതിഫലം തരാമെന്ന് പറഞ്ഞാലും നോ, നെവർ. വൈക്കത്ത് വരുമ്പോൾ പറയാം, കാണാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പിന്നീട് ഭീഷ്മർ അഹിംസയുടെ പ്രാധാന്യത്തെ പറ്റി വിച്ചക്യ എന്ന് പറയുന്ന രാജാവിന്റെ ഉപദേശങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. രാജാവിന്റെ പേരെന്താണ്? വിചാക്യ. വി ചായയുടെ ച, നഖത്തിന്റെ ഘ, അടിയിലൊരു ഇത്. ഓക്കെ, വിച്ചക്യ എന്ന് പറയുന്ന രാജാവിന്റെ ഉപദേശങ്ങൾ എന്താന്ന് ഭീഷ്മ പിതാമഹൻ വിവരിച്ചു കൊടുക്കുകയാണ് യുധിഷ്ഠിരന്. ഒരിക്കല് രാജാവ് എന്താണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും സുഖമാണ്. ഒരിക്കല് മൂകാംബിക ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇവിടെ ചെന്നൈയിൽ. ഒരിക്കല് രാജാവ് യജ്ഞശാലയില് കഴുത്തറുത്ത് കൊല്ലുന്ന കാളകളെയും പശുക്കളെയും കണ്ടിട്ട് ക്രൂരന്മാരായിരിക്കുന്ന ബ്രാഹ്മണന്മാരെ തടഞ്ഞുകൊണ്ട് പറയാണ്. എന്താ പറയുന്നത്? ലോകത്തിൽ ഗോക്കൾക്ക് സ്വസ്തി ഭവിക്കട്ടെ. അദ്ദേഹം അവരോട് ഉപദേശിച്ചു. എന്താ ഉപദേശിക്കുന്നത്? വിച്ചാക്യ. ചാ ദീർഘമില്ല കേട്ടോ, വെറും ചായാണേ. വെറും ച, ദീർഘമില്ല. എന്താ അദ്ദേഹം പറയുന്നത്? യജ്ഞശാലയിൽ കഴുത്തറുത്ത് കൊല്ലുന്ന കാളകളെയും പശുക്കളെയും കണ്ടിട്ട് ക്രൂരന്മാരായ ബ്രാഹ്മണരെ തടഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ലോകത്തിൽ ഗോക്കൾക്ക് സ്വസ്തി ഭവിക്കട്ടെ. ഓക്കെ, അദ്ദേഹം അവരോട് എന്താ പറയുന്നത്? നന്ദുട്ടി അദ്ദേഹം അവരോട് ഉപദേശിക്കുകയാണ്. എന്താണ്? അഹിംസ പരമോ ധർമ്മഃ. വേദത്തെ പ്രമാണമാക്കിയുള്ളവർ സൂക്ഷ്മമായ ധർമ്മം ചെയ്യണം. നമ്മൾ മനസ്സിലാക്കണം, സാക്ഷാൽ ഗുരുവായൂരപ്പൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ധാർമ്മികതയുള്ള ഭക്തന്റെ ഹൃദയത്തിലാണ് ഗുരുവായൂരപ്പൻ ഉള്ളത്. ഭക്തൻ എന്താ ഉണ്ടാവേണ്ടത്? ധാർമ്മികതയാണ് ഉണ്ടാവേണ്ടത്. അധർമ്മം എന്ന് കാണുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ എന്ത് തന്നെ സംഭവിച്ചാലും അധർമ്മത്തിലേക്ക് പോകരുത്. ധർമ്മം എവിടെയുണ്ടോ അവിടെ ഈശ്വരനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹം പറയുന്നു, വേദത്തെ പ്രമാണമാക്കിയുള്ളവൻ, വേദത്തെ നമ്മൾ ആയുധമാക്കി വെച്ച വ്യക്തി, വേദത്തെ നമ്മൾ ജീവസ്പന്ദനമാക്കി വെച്ച വ്യക്തി, വേദത്തെ മുറുകെ പിടിച്ച വ്യക്തി, അങ്ങനെ വേദത്തെ പ്രമാണമാക്കിയുള്ളവൻ സൂക്ഷ്മമായ ധർമ്മം ചെയ്യണം എന്നാ പറയുന്നത്. അതായത് ചെറിയ കാര്യത്തിൽ പോലും ധാർമ്മികത നിലനിർത്തണം എന്നാണ് പറയുന്നത്. ധർമ്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് ഒരു ജീവിയെയും ഹിംസിക്കാതിരിക്കുക എന്നതാണ്. പലരും ചോദിക്കാറുണ്ട്, എവിടെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്ന്? ദേ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഒരു ജീവിയെയും ഹിംസിക്കാതിരിക്കുക. ഇത് ഭഗവാൻ പറഞ്ഞ വാക്കല്ലേ? മദ്യം, മത്സ്യം, മധു, മാംസം, ആസവം മുതലായവ ഭക്ഷിക്കുന്നത് ധൂർത്തന്മാരുടെ സ്വഭാവമാണ്. മദ്യം കഴിക്കരുത്, മത്സ്യം കഴിക്കരുത്, മധു കഴിക്കരുത്, മാംസം കഴിക്കരുത്, ആസവം ഇതൊക്കെ ധൂർത്തരായിരിക്കുന്ന, അഹങ്കാരികളായിരിക്കുന്ന, അധർമ്മികളായിരിക്കുന്നവരുടെ സ്വഭാവമാണ്. ആചാരത്തിന്റെ പേരിൽ അനാചാരമാണ്. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല ക്ഷേത്രങ്ങളിലും ഈ കോഴിയൊക്കെ അറുത്തിട്ട് അത് പിന്നീട് കറിവെച്ച് കഴിക്കുന്നത്. എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല, ഞാൻ അതിനോട് യോജിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്പോ എന്താ പറയുന്നത്? ആചാരത്തിന്റെ പേരിൽ അനാചാരമാണ് നടക്കുന്നത്, അല്ലെ? ചെയ്യാൻ പാടില്ല. അത് നമ്മളാരും അതിന് കൂട്ടു നിൽക്കും ചെയ്യരുത്. അവർ ചെയ്യുന്നത് യജ്ഞം കൊണ്ട് ബ്രാഹ്മണർ പൂജിക്കുന്നത് വിഷ്ണുവിനെയാണ്. വിഷ്ണു ഒരിക്കലും മാംസബുക്കല്ല. മനസ്സിലായില്ലേ? നമ്മുടെ ഭഗവാൻ ഒരിക്കലും എന്തല്ല? മാംസബുക്കല്ല. മാംസം കഴിക്കില്ല അദ്ദേഹം. പായസം, പുഷ്പം എന്നിവ കൊണ്ടാണ് വിഷ്ണുവിനെ ആരാധിക്കേണ്ടത്. ക്ലിയർ? ബ്രഹ്മം ശുദ്ധ സത്വാത്മകമാണ്. ശുദ്ധമായ ഹൃദയത്തോടെ ചെയ്യുന്ന ശുദ്ധമായിരിക്കുന്ന പുഷ്പാദികൾ കൊണ്ടുള്ള ആരാധന എല്ലാ ദേവന്മാരും ഇഷ്ടപ്പെടും. എന്താ പറയുന്നത്? ശുദ്ധമായിരിക്കുന്ന ഹൃദയത്തോടെ. വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശുദ്ധമായിരിക്കുന്ന ഹൃദയത്തോടെ. നമ്മൾ ഭഗവാനെ പൂജിക്കുമ്പോ അവൻ നശിച്ചു പോട്ടെ, അവൻ ഇല്ലാണ്ടായി പോട്ടെ, അവൻ പണ്ടാറടങ്ങിപ്പോട്ടെ എന്നൊന്നും പറഞ്ഞ് പൂജിക്കാൻ പാടില്ല. നമ്മൾ ശുദ്ധമായ ഹൃദയത്തോടെ പൂജിക്കണം. നമ്മൾക്ക് നേരെ ഒരു ശത്രു വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാൾ അപകടപ്പെടുത്താൻ വരികയാണെങ്കിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അവരുടെ ഹൃദയത്തിൽ നിന്ന് എന്നോടുള്ള വൈരാഗ്യത്തെ, ദേഷ്യത്തെ ഭഗവാനെ അങ്ങ് മാറ്റിക്കൊടുക്കണമേ.
അവർക്ക് ഞാൻ മിത്രമായി മാറണം, അവർക്ക് എന്നോട് സ്നേഹം തോന്നണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ ഭഗവാനെ അങ്ങ് കണ്ടില്ലേ എന്റെ ശത്രുവിനെ, അതെ, സാത്വിക പൂജാവിധിയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോ അവിടുന്ന് കണ്ടില്ലേ എന്നെ വിഷമിപ്പിക്കുന്നത്, അപ്പൊ അവർക്ക് അങ്ങനെയുള്ളൊരു ഹൃദയം കൊടുക്കാതിരിക്കുക ഭഗവാനെ, അവർക്ക് എന്നെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് കൊടുക്കുക. ഇത് തന്നെയാണ് ഒരു മാതാവിന്റെ മനസ്സും, അല്ലെ? ഒരമ്മയ്ക്ക് 5 അല്ല 10 അല്ല 100 മക്കളുണ്ടെങ്കിലും ആ 100 മക്കളും അമ്മയ്ക്ക് തുല്യരായിരിക്കും. അപ്പോ ആ അമ്മയായാലും, അതായത് ദേവി ആയാലും ഭഗവാനായാലും ഒരാളെയും എന്താണ് മാറ്റി നിർത്തുന്നില്ല. അവർക്കൊക്കെ സാത്വികതയാണ് ഇഷ്ടം. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു ക്ഷേത്രനടയിലും പോയിട്ട് ഒരാളും നശിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. അതാരായാലും ശരി, നമ്മളെ എത്ര ഉപദ്രവിച്ച ആൾക്കാരായാലും വേദനിപ്പിച്ച ആൾക്കാരായാലും നമ്മൾ മനസ്സിൽ ചിന്തിക്കുക അത് നമ്മുടെ കർമ്മദോഷമാണ്, നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിക്കേണ്ട എന്തോ കാര്യം, നമ്മൾ ചെയ്തു പോയ എന്തോ കാര്യം കൊണ്ട് നമ്മളിപ്പോ ഒരു തുള്ളി കണ്ണുനീര് കണ്ണെന്ന് പോയി, അത് പോട്ടെ. അതിന് കാരണക്കാരായിരിക്കുന്നവരെ ഒരിക്കലും നമ്മൾ ദ്രോഹിക്കരുത്, ഒരിക്കലും അവരെ അപകീർത്തിപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്, ഒറ്റപ്പെടുത്തരുത്, അവരുടെ ആപത്തിൽ സഹായിക്കാതിരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തായി? സാത്വിക മനോഭാവത്തിലുള്ള വ്യക്തികളായി മാറി. അങ്ങനെയാണ് നമ്മൾ ശുദ്ധമായ ഹൃദയത്തോടെ ചെയ്യുന്ന ശുദ്ധമായിരിക്കുന്ന പുഷ്പാദികൾ കൊണ്ടുള്ള ആരാധന. നമ്മൾ കൊടുക്കുന്ന പുഷ്പങ്ങൾ എന്തായിരിക്കണം? ശുദ്ധമായിരിക്കുന്ന പുഷ്പങ്ങളായിരിക്കണം. അല്ലാതെ അവിടെയും ഇവിടെയും വീണ് കിടന്നതും വാടിയതും ഒന്നും എടുത്തുകൊണ്ട് വന്ന് പൂജിക്കാൻ പാടില്ല. ശുദ്ധമായിരിക്കുന്ന പുഷ്പാദികൾ കൊണ്ട്, പുഷ്പങ്ങളും എന്ത് തന്നെയായാലും, ഭഗവാൻ ഒരു ഫ്രൂട്ട് വെക്കുകയാണെങ്കിലും അത് നല്ല ഫ്രൂട്ട് ആയിരിക്കണം. മനസ്സിലായില്ലേ? അത് അങ്ങനെ ചെയ്യുന്ന ആരാധന എല്ലാ ദേവന്മാരും ഇഷ്ടപ്പെടും. മൃഗങ്ങളെ ബലിയായി അർപ്പിക്കുന്നതും മദ്യം നിവേദിക്കുന്നതും അധർമ്മവും അസംബന്ധവും അനാവശ്യവുമാണ് പറയുന്നുണ്ട്. എന്താണ്? മൃഗങ്ങളെ ബലിയായി അർപ്പിക്കുന്നത്, മദ്യം നിവേദിക്കുന്നത് അധർമ്മവും അസംബന്ധവും അനാവശ്യവുമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? കൗളാചാര പ്രകാരമുള്ള പൂജാവിധികൾക്ക് പോകരുത്. എന്ത് സംഭവിച്ചാലും പോകരുത്. സാത്വികമായിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനുള്ള ഉത്തരം ഭഗവാൻ ഇന്നല്ലെങ്കിൽ നമുക്ക് നാളെ തരും, ഉറപ്പായിട്ടും തരും. ബാക്കിയുള്ള ഇതുപോലെയുള്ള കുറെ പൂജാ കാര്യങ്ങളുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും നമ്മള് പോകരുത്. നമ്മുടെ മഞ്ജരീസ് കുടുംബത്തില് ആ വക കാര്യങ്ങൾ വേണ്ട. നമ്മൾ സാത്വികമായിട്ടുള്ള ജപം, പ്രാർത്ഥന, എന്താ പറയാ, ഭഗവാനോടുള്ള ഒരു ആത്മസമർപ്പണം, ദേവിയോടുള്ള ആത്മസമർപ്പണം, സഹസ്രനാമങ്ങൾ ചൊല്ല, ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ചിരകാരികോപാഖ്യാനം, ചിരകാരികോപാഖ്യാനം. ഓക്കെ, യുധിഷ്ഠിരൻ ചോദിച്ചു, പിതാമഹ, കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കുകയാണോ അതോ പതുക്കെ ചെയ്യുകയാണോ വേണ്ടത്? പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചില ആചാരാനുഷ്ഠാനങ്ങളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയില്ല. പക്ഷെ ധർമ്മം നമ്മൾക്ക് നമ്മുടെ കാതുകളിൽ നിന്ന് എത്തുന്നുണ്ട്. ആ ധാർമ്മികതയിൽ നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, ചില ക്ഷേത്രങ്ങളിൽ നിന്ന് അവർ ആചരിച്ചു വരുന്ന അനുഷ്ഠാനങ്ങളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മളായിട്ട് ചെയ്യണ്ട, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് പിന്നീട്, പിതാമഹ, കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കുകയാണോ അതോ പതുക്കെ ചെയ്തു തീർക്കുകയാണോ വേണ്ടത്? എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്നത്? വേഗത്തിൽ ചെയ്താലാണോ പതുക്കെ ചെയ്താലാണോ മനുഷ്യർക്ക് ഗുണം ഉണ്ടാവുക എന്ന് ചോദിച്ചു. അതിന് ഭീഷ്മ പിതാമഹൻ എന്താ ചെയ്തത്? ചിരകാരികന്റെ കഥ പറഞ്ഞു കൊടുത്തു. ബിന്ദമാ കോറിഡോറിലെ നടന്നു ജപിച്ചോ, പുറക്കം വരൂല. എന്തേ? ഭീഷ്മ പിതാമഹൻ ചിരകാരികന്റെ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് ഗൗതമന്റെ മകനായിട്ട് മഹാപ്രജ്ഞനായ ഒരു മഹാശയൻ ഉണ്ടായിരുന്നു. ആരുടെ മകനായിട്ട്? ഗൗതമൻ എന്ന് പറയുന്ന ഒരാളുടെ മകനായിട്ട് മഹാവിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാള് ഏതൊരു കാര്യവും ചിന്തിച്ചിട്ടേ ചെയ്യും. എന്ത് കാര്യവും ചിന്തിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഓരോ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോ അതിന്റെ വരും വരായികകളെ പറ്റിയും പ്രത്യാഘാതങ്ങളെ പറ്റിയും ഒക്കെ നല്ലോണം ആലോചിച്ച് വളരെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ആളുകൾ എന്തെന്ന് വിളിച്ചു? ചിരകാരി എന്ന് വിളിച്ചു. അങ്ങനെ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് പറഞ്ഞാൽ നാളത്തേക്ക് ചെയ്ത് കിട്ടും. ആരായിരിക്കും? അതൊന്ന് തീർക്കണേ എന്ന് പറഞ്ഞാൽ
ഒരു രാവിലെ പറഞ്ഞ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പം തീർത്ത് കിട്ടും, അല്ലെ ചിലപ്പോൾ നാളെ തീർത്ത് കിട്ടും. അങ്ങനെ ഒരാളുണ്ട്. അപ്പൊ അയാൾക്ക് ഞാനൊരു പേര് വെച്ചു, ചിരകാരി. നല്ലൊരു പേരപ്പം നമുക്ക് കിട്ടിയത്. ആരായിരിക്കും അയാള്, പറയാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം എന്താ ചെയ്യാ, എന്തൊരു കാര്യവും ആലോചിച്ച് ചിന്തിച്ച് പതുക്കെ 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 ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരെ ആളുകൾ എന്ത് വിളിച്ചു, ചിരകാരി എന്ന് വിളിച്ചു. അവർ അവനെ അലസൻ, വിഡ്ഢി, മന്ദബുദ്ധി എന്നെല്ലാം വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ ആ ആളിനെ ചിരകാരിനെ വിളിക്കൂ കേട്ടോ. അലസൻ, മന്ദബുദ്ധി, വിഡ്ഢി എന്നൊന്നും വിളിക്കില്ല, അങ്ങനെയൊന്നുമല്ല. അപ്പോ എന്താ ഉണ്ടായേ, ആളുകളൊക്കെ അങ്ങനെ അവരെ വിളിച്ചെങ്കിലും അദ്ദേഹത്തിന് എന്തായി, ഒരു കുലുക്കവും ഇല്ല. അദ്ദേഹത്തിന് ഒരു കുലുക്കവും ഇല്ല. ഒരു എന്താ പറയാ, ഒരു ആക്ഷേപമായിട്ടൊന്നും അദ്ദേഹത്തിന് അത് തോന്നിയില്ല. ഒരു ദിവസം ഗൗതമൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഭാര്യയില് ഗൗരവമായിട്ടുള്ള ഒരു വ്യഭിചാര കുറ്റം ചുമത്തിയിട്ട് ചിരകാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ദുഷ്ടയെ അങ്ങ് കൊന്നുകളയെന്ന് പറഞ്ഞു. അതിനുശേഷം അതും പറഞ്ഞ് ഗൗതമൻ എന്ത് ചെയ്തു, നേരെ തപസ്സിന് വേണ്ടി കാട്ടിലേക്ക് പോയി. ചിരകാരിയോ അദ്ദേഹം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. എന്താ പൊന്നു, എന്ത് പറ്റി മക്കൾക്ക്? എന്റെ DP-യിൽ ഒരു കുഞ്ഞില്ലേ, നന്ദു, അവനാണ് അമ്മ അമ്മ എന്ന് വിളിച്ച് മെസ്സേജ് ഇടുന്നത്. എന്തേ മക്കൾക്ക്, എന്ത് പറ്റി? പൊന്നിന്റെ ഓഡിയോ അമ്മ കേക്കട്ടെ കേട്ടാ. മെസ്സേജ് വന്നിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് മെസ്സേജ് കേട്ടിട്ട് അമ്മ മറുപടി തരാട്ടോ. എന്തേ? അപ്പോ അദ്ദേഹം ആലോചിക്കുകയാണ്, ചിരകാരി ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയെ കൊല്ലുക? കാരണം ഗൗതമന്റെ ഭാര്യയാണ് ചിരകാരിയുടെ അമ്മ. അപ്പൊ ഗൗതമൻ പറയാണ്, എന്തെന്ന്, ഇവരെ കൊന്നു കളയൂന്ന് പറഞ്ഞു. ഇതും പറഞ്ഞ് ഗൗതമൻ എന്ത് ചെയ്തു, കാട്ടിലേക്ക് പോയി. ചിരകാരി ആലോചിക്കുകയാണ്, ഞാൻ എങ്ങനെ എൻ്റെ അമ്മയെ കൊല്ലും? അത്രയും വലിയ അധർമ്മം ഞാൻ എങ്ങനെ ചെയ്യും? അതേസമയം അച്ഛൻ പറഞ്ഞത് എങ്ങനെ അനുസരിക്കാതിരിക്കും? ഇതൊക്കെയാണ് ഈ ചിരകാരി ആലോചിക്കുന്നത്. അച്ഛന്റെ ആജ്ഞ അനുസരിക്കാതിരിക്കാനും വയ്യ, അമ്മയെ രക്ഷിക്കും ചെയ്യണം, അല്ലെ? ഇതായി പിന്നെ ചിരകാരിയുടെ ചിന്ത. എന്ത് ചെയ്യും, എന്ത് ചെയ്യും? അച്ഛൻ ഗൗതമൻ പറഞ്ഞു അമ്മയെ കൊല്ലാൻ, വ്യഭിചാര കുറ്റം അമ്മയുടെ തലയിൽ ചുമത്തിയിട്ട്. അതും പറഞ്ഞ് അദ്ദേഹം കാട്ടിൽ പോയി. കൊല്ലാൻ പറഞ്ഞതോ മകനോട്. ആകെ ഒരു കൺഫ്യൂഷനായി. എങ്ങനെ അമ്മയെ കൊല്ലും? എങ്ങനെ അച്ഛൻ പറയുന്നത് അനുസരിക്കാതിരിക്കും? ഒരു മനുഷ്യന് അച്ഛനും അമ്മയും ഒരേപോലെ ആരാധ്യരാണ്, അല്ലെ? അച്ഛൻ വലുത് അമ്മ ചെറുത് അങ്ങനെയൊന്നുമില്ല. അച്ഛനും അമ്മയും ഒരു മനുഷ്യന് തുല്യമാണ്. അവന് ദേഹം തന്നതും അവനെ വളർത്തിക്കൊണ്ടു വന്നതും രണ്ടുപേരും ഒരുപോലെ ശ്രമിച്ചിട്ടാണ്, അല്ലെ? അതാ ഞാൻ നോക്കുന്നത്, എന്താ മക്കൾ അമ്മയെന്ന് വിളിക്കണേന്ന്. അവന് നിർബന്ധമാണ്, അവൻ രാവിലെ സ്കൂളിൽ പോകുന്നതിനേക്കാളും മുന്നേ ഞാൻ അവന് ഓഡിയോ ഇട്ട് കൊടുക്കണമെന്ന്. തിരിച്ചു വരുമ്പോ ആദ്യം നോക്കുന്നത് എന്റെ ഓഡിയോ ഉണ്ടെന്നാണ് അവന്റെ മുത്തശ്ശിയുടെ ഫോണില്. എന്നെ കാണാൻ വേണ്ടി മാത്രം അവൻ അവന്റെ മുത്തശ്ശിയുടെ കൂടെ നവചണ്ഡികാ ഹോമത്തിന് ഗുരുവായൂർ അല്ല ഇവിടെ മൂകാംബികയിൽ വന്നിരുന്നു. ഞാൻ കാശി തീർത്ഥത്തിലൊക്കെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഇവിടെ കിടത്തി ഉറക്കി. പോകാൻ നേരം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുപ്പിവെള്ളം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് എന്നെ കടയിലൊക്കെ കൊണ്ടുപോയി കുപ്പിവെള്ളമൊക്കെ മേടിച്ചെന്ന്. അവൻ പോയപ്പോൾ ഞാൻ കുറേ കരഞ്ഞു. ഒരു വല്ലാത്തൊരു ഒരു ഒരു ഭയങ്കര ഒരു ഇത്. എന്നിട്ട് എന്നോട് പറയും, അമ്മ തിരക്കല്ലേ? അപ്പൊ അമ്മ എന്തെങ്കിലും ഒരു 2 വാക്ക് എനിക്ക് ഓഡിയോ ഇട്ട് തന്ന ഒരു സന്തോഷം അമ്മേ. ഞാൻ രാവിലെ ക്ലാസ്സിൽ പോകുമ്പോ മുത്തശ്ശിയുടെ ഫോൺ വന്ന് നോക്കും. അപ്പം അമ്മയുടെ ശബ്ദം കേട്ടാ എനിക്ക് സന്തോഷാ, അതുകൊണ്ടാ അമ്മ മെസ്സേജ് ഇടുന്നതെന്നൊക്കെ. എന്താണാവോ കുഞ്ഞ് അമ്മ അമ്മ എന്ന് വിളിക്കുന്നു. അമ്മ ക്ലാസ് കഴിഞ്ഞിട്ട് മക്കൾക്ക് മെസ്സേജ് ഇടാട്ടോ. മക്കൾ ഉറങ്ങാൻ പോവാണേ ഉറങ്ങാൻ പോക്കോ, അമ്മ ഓഡിയോ ഇട്ട് വെക്കാം. മക്കള് പിന്നെ രാവിലെ വന്ന് കേട്ടോളൂ കേട്ടാ. അപ്പോ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ട് വരുന്നതും ജന്മം നൽകുന്നതും എല്ലാം അച്ഛനും അമ്മയ്ക്കും തുല്യ പങ്കാളിത്തമുണ്ട്. 2 പേരിൽ ആര് പോയാലും പുത്രൻ അനാഥനായി തീരും, അല്ലെ? നമുക്ക് അച്ഛൻ നഷ്ടപ്പെട്ടാലും നമ്മൾ അനാഥയാണ്, അമ്മ നഷ്ടപ്പെട്ടാലും നമ്മൾ അനാഥയാണ്. എങ്കിലും അച്ഛൻ പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ല എന്ന് ഈ ചിരകാരി അവസാനം തീർച്ചപ്പെടുത്തി. ആയുധം എടുക്കുമ്പോഴാണ് 4 ദിവസം കഴിഞ്ഞ് അച്ഛൻ മടങ്ങി വരുന്നത്. ചിരകാരി ആയുധം എടുക്കുമ്പോ 4 ദിവസം കഴിഞ്ഞ് അച്ഛൻ മടങ്ങി വരികയാണ്. ഗൗതമൻ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്തു.
കാട്ടിൽ പോയി തപസ് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടായില്ല. നിരപരാധിയായിരിക്കുന്ന ഭാര്യയെ അപരാധിയാണെന്ന് തെറ്റിദ്ധരിച്ച് കൊല്ലുവാൻ പറഞ്ഞത് ശരിയല്ല എന്ന് കാട്ടിൽ പോയി തപസ് ചെയ്ത ഗൗതമന് തോന്നി. മകൻ അമ്മയെ കൊന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിച്ചിട്ടാണ് ഈ ഗൗതമൻ എവിടെ എത്തുന്നത്? ഈ ആശ്രമത്തിലേക്ക് എത്തുന്നത്. അവിടെ വന്നപ്പോഴാണ് ചിരകാരിയുടെ നീണ്ട ആലോചനയ്ക്ക് ശേഷം അമ്മയെ കൊല്ലാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് ഗൗതമന് മനസ്സിലായത്. ചിരകാരി അമ്മയെ കൊന്നിട്ടില്ല, ഒരുപാട് ആലോചിച്ചു, എന്നിട്ട് കൊല്ലാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലായത്. ഉടനെ ഗൗതമൻ എന്ത് ചെയ്തു? മകനെ തടഞ്ഞുവിട്ട് പറഞ്ഞു, ചിരകാരി അമ്മയെ വധിക്കല്ലേ. വ്യഭിചാര കുറ്റം ഉണ്ടാകുമ്പോൾ പ്രലോഭിപ്പിക്കുന്ന പുരുഷന്മാരാണ് കുറ്റക്കാര്. ഒരു സ്ത്രീ വ്യഭിചാരം ചെയ്താൽ അതിന് പ്രലോഭിപ്പിക്കുന്ന പുരുഷന്മാരാണ് കുറ്റക്കാര്, സ്ത്രീകളല്ല. അതുകൊണ്ട് നിന്റെ അമ്മ നിരപരാധിയാണ് ചിരകാരി. നല്ലവണ്ണം ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യാ എന്നുള്ള നിന്റെ സ്വഭാവം അത് വളരെ നല്ലതാണ്. നിന്റെ ചിരകാരിത്വം നിന്റെ അമ്മയെയും രക്ഷിച്ചിരിക്കുന്നു. നീ പയ്യെ ആലോചിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ഗുണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു ആലോചിച്ച് ചെയ്യുന്ന കാര്യം നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ ആലോചിച്ച് ദുഃഖിച്ച് കഴിയേണ്ടി വന്നേനെ. പിന്നീട് ഗൗതമൻ എന്ത് ചെയ്തു? ചിരകാരി എന്ന് പറയുന്ന മകനെ വിളിച്ച് അനുഗ്രഹിച്ചു. എല്ലാവരും സുഖമായി അങ്ങ് ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അല്ലയോ യുധിഷ്ഠിര, കാര്യങ്ങൾ നല്ലോണം ആലോചിച്ച് പതുക്കെ ചെയ്യാം. എടുത്തു ചാട്ടം വേണ്ട, ഒരു കാര്യത്തിലും വേണ്ട. ആലോചിക്കാതെ പെട്ടെന്ന് ചെയ്യുന്നത് പലപ്പോഴും ദുഃഖത്തിന് വഴിതെളിക്കും. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടായി പോട്ടെ, നമുക്ക് ഒരാളോടൊരു പിണക്കം ഉണ്ടായി, ഉടനെ നമ്മൾ എന്ത് ചെയ്യരുത്? ആ വ്യക്തിയെ കുറിച്ച് അസഭ്യം പറയരുത്. ഒരു നിമിഷം നമ്മൾ ആലോചിക്കുക, നമുക്ക് വേണ്ടി അവരെന്തെല്ലാം ചെയ്തിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടി അവർ ചെയ്തിരിക്കുന്നു. 1000 കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യത്തിന്റെ പുറത്ത് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെയും ആക്ഷേപിക്കരുത്, ഒഴിവാക്കരുത്. അവർ ചെയ്തു തന്നിരിക്കുന്ന 999 കാര്യങ്ങളും നമ്മൾ ആലോചിക്കണം. എന്നിട്ട് വേണം നമ്മളൊരു അന്തിമ തീരുമാനം എടുക്കാൻ. ഒരിക്കലും നമ്മളെ വിദ്വേഷികളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ കുറിച്ച് നമ്മൾ അസഭ്യം പറയാൻ പാടില്ല, പറഞ്ഞ് പരത്തരുത്. അത് തെറ്റാണ്. നമ്മൾ ആരെയും വിധിക്കാൻ നമ്മൾ ആളല്ല. ചിലപ്പോ അങ്ങനെ നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം മാത്രമായിരിക്കും പബ്ലിക് ആവുന്നത്. പക്ഷേ അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം മറന്നു പോയില്ലേ? അത് ഉപകാര സ്മരണ ഇല്ലായകയല്ലേ? ആ ഉപകാര സ്മരണ ഇല്ലാത്ത അവസ്ഥയിൽ വരുമ്പോ ഈശ്വരൻ നമ്മളോട് പൊറുക്കുവോ? ഒരിക്കലും പൊറുക്കില്ല. ഒരു കാരണവശാലും ഈശ്വരൻ പൊറുക്കില്ല. നമുക്ക് ആദ്യം വേണ്ടത് ഉപകാര സ്മരണയാണ്. മനസ്സിലായില്ലേ? ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒരാൾ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അവരെ മുമ്പിൽ നമ്മൾ കാലാകാലം തല കുനിച്ചു തന്നെ നിൽക്കുക. അവരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ നമ്മൾ ആളല്ല. നമ്മൾ ഒരിക്കലും അവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല. നമ്മൾ മിണ്ടാതിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. കാരണം നന്ദി വേണം, നമുക്ക് ഉപകാര സ്മരണ വേണം. അതില്ല എങ്കിൽ പിന്നെ എന്താ പറയാ, മനുഷ്യനേക്കാൾ മൃഗത്തേക്കാൾ താഴെയായി പോകും നമ്മൾ. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മൾ മൃഗത്തേക്കാൾ താഴെയായി ജീവിക്കരുത്. നമ്മൾ ഉപകാര സ്മരണയുള്ള വ്യക്തികളായി ജീവിക്കണം. ഓക്കെ? അപ്പോ അദ്ദേഹം പറയുന്നു, ആലോചിക്കാതെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഉറപ്പായും അത് ദുഃഖത്തിന് കാരണമായി മാറും. സഹസാ വിദഗ്ധീധാനാക്രിയാം അവിവേക പരമപദാം പദം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യവും പെട്ടെന്ന് ചെയ്യരുത്. അവിവേകം പല ആപത്തുകൾക്കും കാരണമാകും. എന്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ചിന്തിക്കാതെ വിവേകമില്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. ചിന്തിക്കാം. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ചാടിക്കേറിയൊന്നും ചെയ്യരുത്. ആലോചിക്കാം, മനസ്സിരുത്തി ആലോചിക്കാം. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? എൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരാണ്? അവരെനിക്ക് ആരായിരുന്നു? എന്തെല്ലാം അവരെനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്? അവരെനിക്ക് ഒരു കാലത്ത് എന്തായിരുന്നു? ഇപ്പോ ഇങ്ങനെ ആവാൻ കാരണം എന്ത് എന്ന് ആലോചിച്ച് ചിന്തിച്ച് സമാധാനത്തോടെ ഒരു തീരുമാനമെടുക്കാം. വൈകാരികമായിട്ട് ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കരുത്. വിവേകപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ? ഞാൻ വിശ്വസിക്കുന്നില്ല ചാത്തനും ചൊവ്വയൊക്കെ ആരാധിച്ച് ക്ഷിപ്രപ്രസാദം ഉണ്ടാവുന്നു.
കലിയുഗത്തിൽ നാമജപത്തേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം, വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, ഇങ്ങനെയുള്ള സഹസ്രനാമങ്ങൾ കൊണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രങ്ങൾ കൊണ്ടും അതുകൊണ്ടൊന്നല്ലാതെ കലിയുഗത്തിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാനാവില്ല. ഭഗവാന് നമ്മൾ സമർപ്പണങ്ങൾ ചെയ്യുന്നു, പുഷ്പങ്ങൾ, ഫ്രൂട്ട്സ്, ഇതൊക്കെ സമർപ്പണം ചെയ്യുന്നു. വിശക്കുന്നവന് അന്നം കൊടുക്കുന്നു, ഇടാനില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നു, തളർന്നവന് ആശ്വാസമാകുന്നു. ഇതിനേക്കാളൊക്കെ വലിയ നന്മയുള്ള പ്രവൃത്തികൾ എന്താ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതൊക്കെയാണ് നന്മയുള്ള കാര്യങ്ങളായിട്ട് കാണുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് എനിക്ക് ഈ കാളനെയും പശുവിനെയും കോഴിനെയും ആടിനെയും ആടിനെയും ഒക്കെ മുറിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനൊന്നും കൂട്ടുനിൽക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തികൾ ആരാണെന്ന് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ സംസാരിക്കാം. മനസ്സിലായി? അത് നമ്മുടെ കൂട്ടുകാരാണെങ്കിലും ശരി, എടുത്തടിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകൾ കൊണ്ടുള്ള തീക്ഷ്ണത ഒരിക്കലും നഷ്ടപ്പെടില്ല, ഒരിക്കലും മാറില്ല. ആ വേർഡ് എന്നും നമ്മുടെ ഹൃദയത്തിൽ കിടക്കും. അയ്യോ, എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നെ ഇങ്ങനെ വിളിച്ചില്ലേ, അങ്ങനെ കിടക്കും നമ്മുടെ ഹൃദയത്തിൽ. ആ വേദന ഒരിക്കലും പോവില്ല. അതുകൊണ്ട് വാക്കുകളുടെ തീക്ഷ്ണത എപ്പോഴും കുറയ്ക്കുക. മറഞ്ഞിരുന്ന് ആരെയും ചതിക്കാതിരിക്കുക. ഒരിക്കലും ചതിക്കരുത്. ആ ചതി ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരനെ ആരാധിക്കുന്നവരുടെ മുൻപിലേക്ക് തെളിവ് സഹിതം വന്ന് പെടും എന്ന് നമ്മൾ ആലോചിക്കണം. ക്ലിയർ? അപ്പോ അതിവേഗം എന്താണ്? പല ആപത്തുകൾക്കും കാരണമാകുമെന്ന് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അഹിംസാപൂർവകമായിരിക്കുന്ന രാജ്യഭരണം. അടുത്തത് അഹിംസാപൂർവകമായിരിക്കുന്ന രാജ്യഭരണത്തെ കുറിച്ചാണ് യുധിഷ്ഠിരനോട് നമ്മുടെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചു, ആർക്കും യാതൊരു ഹിംസയും ചെയ്യാതെ എങ്ങനെയാ രാജ്യം ഭരിക്കുക? ഹിംസ ചെയ്യാതെ രാജ്യം ഭരിക്കാൻ പറ്റുമോ? അതെങ്ങനെയാണ് അങ്ങനെ ഹിംസ ചെയ്യാതെ രാജ്യം ഭരിക്കുന്നത്? അതിന് മറുപടിയായിട്ട് പണ്ട് ദ്യുമത്സേനനും രാജാവായിരിക്കുന്ന സത്യവാനും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു സംസാരം ഉണ്ടായിരുന്നു. എന്താണ്? ദ്യുമത്സേനനും രാജാവായ സത്യവാനും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. ആ സംസാരത്തെ കുറിച്ച് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഒരിക്കല് ഒരു കൂട്ടം ആളുകളെ വധശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവാണ് കുറെ ആൾക്കാർ. രാജകുമാരനായിരിക്കുന്ന സത്യവാൻ എന്തു ചെയ്തു? അങ്ങനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ആളുകളെല്ലാം തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, വ്യക്തികളെ വധിക്കുന്നത് ഒരിക്കലും ധർമ്മമല്ല. ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം, വിഷമിക്കണ്ട കേട്ടോ. അങ്ങയുടെ അമ്മ നമ്മുടെ അമ്മ തന്നെയാണ്. ചൂടൻ ഒരു പ്രയാസവും ഇല്ലാണ്ട് വേഗം അത് തീർത്തിട്ട് ആരോഗ്യത്തോടു കൂടി അങ്ങയുടെ അടുത്തേക്ക് അമ്മ എത്തിക്കട്ടെ. ഓക്കെ, സമാധാനമായിട്ടിരിക്കൂ, ജപിക്കൂ, ഞാനും ജപിക്കാം. അപ്പോ എന്താ പറഞ്ഞത്? വ്യക്തികളെ ഒരിക്കലും വധിക്കുന്നത് ശരിയല്ല, അത് ധർമ്മമല്ല. ധർമ്മം അധർമ്മത്തിന്റെ രൂപത്തിലും അധർമ്മം ധർമ്മത്തിന്റെ രൂപത്തിലും പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ച് പ്രവർത്തിക്കണമെന്ന് ആര് പറയുന്നു? സത്യവാൻ എന്ന് പറയുന്ന രാജകുമാരൻ പറഞ്ഞു. ദ്യുമ്നസേനൻ ഇത് കേട്ടപ്പോ ഒരു മറുപടി കൊടുത്തു. എന്താ കൊടുത്തത്? വധശിക്ഷ അധർമ്മമാണ് എന്ന് പറയുന്നു എങ്കിൽ, വലിയ കുറ്റം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ല എങ്കിൽ നന്മയും തിന്മയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാണ്ടാവും. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കണ്ടേ? അവര് വലിയ തെറ്റ് ചെയ്തിട്ടാണ് അവരെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്ക് ആ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പിന്നെ നന്മയും തിന്മയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാണ്ടായി പോവില്ലേ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാതെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതിന് വേറെ വല്ല വഴിയുണ്ടോ? അവർ തെറ്റ് ചെയ്തോണ്ടല്ലേ അവർ ശിക്ഷിക്കുന്നത്. അപ്പൊ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഇനിയും വലിയ വലിയ തെറ്റ് ചെയ്യില്ലേ? അപ്പൊ അവരെ എങ്ങനെയാണ് നന്മയിലേക്ക് കൊണ്ടുവരുന്നത്? വേറെ വല്ല വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ സത്യവാൻ പറഞ്ഞു, ശാസ്ത്രത്തിൽ പല ശിക്ഷാവിധികളും പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ശരീരം നശിപ്പിക്കാതെ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റും. ഒരാളെ കൊല്ലുകയാണെങ്കിൽ അയാൾ മാത്രമല്ല, അയാളെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബം മുഴുവനാണ് കൊല്ലപ്പെടുന്നത്, അല്ലെ? ഒരു വ്യക്തി മരിച്ചാല് ആ വ്യക്തിയെ ആശ്രയിച്ചു കഴിയുന്ന ആ കുടുംബം മുഴുവൻ മരിച്ചു പോവാണ്. അവർ നിരാശ്രയരായിട്ട് സ്വയം നശിച്ചു പോവാണ്, ആരും സഹായിക്കാനില്ലാതെ. കുറ്റം ചെയ്തവരെ വേറൊരു രീതിയിൽ നന്നാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ജയിലിൽ അടയ്ക്കുന്നതും അവരുടെ സ്വത്തുകളൊക്കെ കണ്ടുകെട്ടുന്നതും അതൊക്കെ എന്താ പറയാ, മറ്റൊരു തരത്തിൽ കിട്ടാവുന്ന ശിക്ഷയാണ്. ആ തെറ്റ് ചെയ്ത വ്യക്തിയെ കൊണ്ടുപോയി ജയിലിൽ അടക്കുക, അവരുടെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടുക. അങ്ങനെയാകുമ്പോ പിന്നെ അവര് ദാരിദ്ര്യത്തിൽ പോയി. ദാരിദ്ര്യത്തെക്കാൾ കൂടുതൽ വലിയൊരു ശിക്ഷ ലഭിക്കാനില്ല, അല്ലെ?
കുറ്റവാളികൾ പശ്ചാത്താപം കൊണ്ട് മാപ്പ് പറയുകയാണെങ്കിൽ അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യണം. മനുഷ്യരെ ധർമ്മിഷ്ഠരാക്കാനുള്ള ഒരു ശ്രമം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു വിധത്തിലും ഒതുങ്ങാതെ നടക്കുന്ന കുറെ കുറ്റവാളികളുണ്ട്, സമുദായ ദ്രോഹികളുണ്ട്. അവരൊക്കെ എപ്പോഴും കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായ ആളുകളെ ദേവന്മാർക്ക് ബലിയായിട്ട് കൊടുത്തേക്കണം, അങ്ങനെയാ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്നവരെ ദേവന്മാർക്ക് ബലിയായിട്ട് അങ്ങോട്ട് കൊടുത്തേക്കാം, എന്നാൽ അവരുടെ പാപമൊക്കെ മാറി സ്വർഗം പ്രാപിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കാലത്ത് ബലി ചെയ്യുമ്പോൾ ആ ബലി ചെയ്യാൻ യോഗ്യതയായിട്ടുള്ള അത്രയും അനുഷ്ഠാനങ്ങളുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇന്ന് കലിയുഗത്തിൽ അത്രയും പുണ്യം ചെയ്ത ആളുകളില്ല. അതുകൊണ്ടാണ് ബലി എന്ന് പറയുന്ന സംഭവം ഈ കലിയുഗത്തിൽ പ്രായോഗികമല്ല എന്ന് നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതേ ഉള്ളൂ. നല്ല മനോഭാവത്തോടുകൂടി ദുർജനങ്ങളെ സജ്ജനങ്ങളാക്കുവാൻ വേണ്ടി ചെയ്യുന്ന ശിക്ഷ ഒരിക്കലും ഒരു ഹിംസയായിട്ട് മാറില്ല. സത്യവാനും ദുമസ്നേനനും തമ്മിൽ നടന്ന ഈ ഒരു സംസാരം കേട്ടപ്പോ നമ്മുടെ ധർമ്മപുത്രന് എന്തായി? തൃപ്തിയായി. ഇനി എന്താണ് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ധർമ്മം? അതെന്താണത്? അപ്പൊ പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചു, ധർമ്മങ്ങളിലും ആശ്രമങ്ങളിലും വെച്ചിട്ട് ഏതാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മം? അതിന് രസകരമായിരിക്കുന്ന ഒരു കഥ പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു. അപ്പൊ ഭീഷ്മ പിതാമഹൻ ആ കഥ പറഞ്ഞു കൊടുക്കാണ്. എന്താ ചോദ്യം? ധർമ്മങ്ങളിലും ആശ്രമങ്ങളിലും വെച്ചിട്ട് ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മം എന്താണ്? പണ്ട് നഹുഷൻ എന്ന് പറയുന്ന പ്രഭാവശാലിയായിരിക്കുന്ന ഒരു രാജാവ് ത്വഷ്ടാവിന് ബലി അർപ്പിക്കാനായി ഒരു പശുവിനെ കൊണ്ടുപോയി. ആരാ കൊണ്ടുപോയത്? നഹുഷൻ എന്ന് പറയുന്ന ഒരു വലിയ രാജാവ് ത്വഷ്ടാവിന് ബലി അർപ്പിക്കാൻ വേണ്ടി ഒരു പശുവിനെ കൊണ്ടുപോവാണ്. വഴിക്ക് വെച്ച് കപില മഹർഷിയെ കണ്ടു. അദ്ദേഹം വേദത്തിലും വൈദിക കർമ്മങ്ങളിലും ഒക്കെ വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ഒരാളായിരുന്നു. ആര്? കപില മഹർഷി. ബലികർമ്മത്തിന് പശുവിനെ കൊണ്ടുപോകുന്ന വേദവിധികളെയൊക്കെ അദ്ദേഹം നിന്ദിച്ച് സംസാരിച്ചു. സ്യൂമരക്ഷ്മി എന്നു പേരായ ഒരു മുനി യോഗശക്തി കൊണ്ട് പശുവിലേക്ക് പ്രവേശിച്ച് വേദത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ കപില മഹർഷി മറുപടി പറഞ്ഞു. ഈ പശുവിനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടാണ് ഇങ്ങനെ സംസാരിച്ചത്. വേദങ്ങളിലൊന്നും അദ്ദേഹത്തിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം എന്താ ചെയ്തത്? എന്ത് ചെയ്തു? സ്യൂമരശ്മി എന്ന് പറയുന്ന ഒരു മുനി ഈ യോഗശക്തി കൊണ്ട് പശുവിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് വേദങ്ങളെ കുറിച്ച് പശു സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ കപില മഹർഷി മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് വേദങ്ങളിലോ വേദത്തിൽ പറഞ്ഞ ധർമ്മങ്ങളിലോ എനിക്ക് വിശ്വാസമില്ല. വേദങ്ങളിലുള്ള അന്യോന്യ വിരുദ്ധങ്ങളായിരിക്കുന്ന വിധികൾക്ക് സമാധാനം കാണുവാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ അവയെ ആരാധിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞത്? വേദങ്ങളിൽ ഒരുപാട് അന്യോന്യ വിരുദ്ധമായിരിക്കുന്ന വിധികളുണ്ട്, അതിനൊരു സമാധാനം കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആദരിക്കാനും പറ്റില്ല, ആചരിക്കാനും പറ്റില്ല. എന്റെ കാര്യം ഞാൻ പറയുന്നത്. ഹിംസ പാടില്ല എന്ന് ഒരു ദിവസം പറയും, മറ്റൊരു സ്ഥലത്ത് മൃഗങ്ങളെ ബലി കൊടുക്കാൻ പറയും, കർമ്മം ചെയ്യാൻ പറയും. അതേ സമയത്ത് കർമ്മത്തെ ഉപേക്ഷിക്കണം എന്ന് പറയും. ഇങ്ങനെയുള്ള വൈരുദ്ധ്യമായിരിക്കുന്ന വാക്കുകളൊക്കെ ഈ വേദങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേദവിധികൾക്കൊക്കെ എതിരായി സംസാരിക്കുന്നത്. ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഒന്നെങ്കിൽ കർമ്മം ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ കർമ്മം ചെയ്യരുത് എന്ന് പറയണം. ഒന്നെങ്കിൽ ഹിംസിക്കണം എന്ന് പറയണം, അല്ലെങ്കിൽ ഹിംസിക്കരുത് എന്ന് പറയണം. ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം? അതുകൊണ്ട് എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞു. സ്യൂമരക്ഷ്മി കപിലന്റെ സംശയങ്ങളെല്ലാം തീർക്കുന്ന രീതിയിൽ വൈദിക കർമ്മങ്ങളെ കുറിച്ച് അങ്ങ് സംസാരിച്ചു. വൈദിക വിധികളിൽ കാണുന്ന വൈരുദ്ധ്യം ഭിന്ന ഭിന്ന അധികാരികൾക്കുള്ളത് കൊണ്ട് അത് തെറ്റില്ല. ഈ വേദങ്ങളില് വ്യത്യസ്തമായിരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന വിധികളുണ്ട്. അങ്ങനെ വ്യത്യസ്ത വിധികളിലുള്ളവർക്കാണ് ഈ വേദങ്ങളിൽ പലതും പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ ഇതല്ല പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഭിന്ന അതായത് വ്യത്യസ്തമായിരിക്കുന്ന അധികാരികൾക്കുള്ളതായതുകൊണ്ട് അതിൽ തെറ്റില്ല. 4 ആശ്രമങ്ങളിലും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ പറ്റി പ്രത്യേകം വിധിയുണ്ട്. പക്ഷെ എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ്, അല്ലെ?
മോക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എല്ലാ വർണ്ണാശ്രമ ധർമ്മങ്ങളിലും എല്ലാ മതഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാവും. അപ്പോൾ കർത്തവ്യ കർമ്മങ്ങളെ പറ്റി പല പല സംശയങ്ങളും നമ്മളുടെ ഉള്ളിലുണ്ടാവും. അവയ്ക്കെല്ലാം പരിഹാരം കാണുക എന്നുള്ളതാണ് വേദവിധികൾ. മനസ്സിലായില്ലേ? ഏത് ഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം പരിഹാരം കാണാനാണ് വേദവിധികൾ ഉള്ളത്. കർമ്മം ഏത് കാലത്തും എല്ലാവരും ചെയ്യണം എന്നല്ല വേദം പറയുന്നത്. പിന്നെയോ കർമ്മമോചനത്തിനും കർമ്മങ്ങൾ എങ്ങനെ സഹായിക്കണം എന്ന് വേദം പറയുന്നുണ്ട്. നമ്മളൊരു കർമ്മമോചനം, ഒരു കർമ്മഫലം അനുഭവിക്കുമ്പോ ആ കർമ്മഫലത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പുറത്തു വരേണ്ടത് എന്നും വേദം പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം എന്നല്ല വേദം പറയുന്നത്. നമ്മൾ കാണുന്നത് വളച്ചൊടിച്ച് കാണരുത്. നമ്മൾ അതിന്റെ യാഥാസ്ഥിക രൂപത്തിൽ കാണുകയാണെങ്കിൽ നമ്മൾക്കത് മനസ്സിലാവും. നാം വണ്ടിയിൽ കയറുന്നത് അതിൽ നിന്നും ഇറങ്ങാൻ വേണ്ടിയാണല്ലോ. അതുപോലെ കർമ്മം ചെയ്യാൻ പറയുന്നത് നൈഷ്കർമ്മ്യത്തിലേക്ക് എത്താനാണ്. മനസ്സിലായില്ലേ? മനുഷ്യന് തന്റെ ജീവിതം കൊണ്ട് സാധിക്കേണ്ട ഒരേ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ഒരു മനുഷ്യന് അവന്റെ ജീവിതം കൊണ്ട് സാധിക്കേണ്ട ഒരു ലക്ഷ്യമുണ്ട്. എന്തായിരിക്കും ആ ലക്ഷ്യം? ആർക്കെങ്കിലും അറിയോ? ഇസ്കോൺ കോഫിയുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കാം 9342494941 സ്റ്റോക്ക് പെട്ടെന്ന് തീരും കേട്ടോ. ഇസ്കോൺ കോഫി. എന്താണ് ഒരു മനുഷ്യന്റെ ജന്മം കൊണ്ട് ആ വ്യക്തി അനുഷ്ഠിക്കേണ്ട ചെയ്യേണ്ട കർമ്മം? ഒരു ലക്ഷ്യമുണ്ട്. മോക്ഷം. എക്സാക്ട്ലി, മോക്ഷം. ആ ഒരു മോക്ഷമാണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. ക്ലിയർ? ആരാ പറഞ്ഞത്? നായർ ജയകുമാർ സ്മിത. ഓക്കെ മാതാജി. അപ്പൊ എല്ലാ ആശ്രമധർമ്മങ്ങളും അതിന് സഹായിക്കുവാനാണ് എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ധർമ്മം എന്ന് പറയുന്നത് മോക്ഷധർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്യൂമരശ്മി അവസാനിപ്പിച്ചു. അപ്പോ ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മം എന്താണ്? മോക്ഷമാണ്. ആ മോക്ഷത്തിലേക്ക് എത്താൻ കർമ്മം ചെയ്യണം, കർമ്മം ചെയ്യാതിരിക്കണം. മനസ്സിലായില്ല? അപ്പോ മോക്ഷത്തെയാണ് നമ്മൾ എല്ലാവരും ലക്ഷ്യം വെക്കേണ്ടത്. ഇനി ഹിംസ, പാപം, അഹിംസ, പുണ്യം, ഇങ്ങനെ ഭഗവാനിലേക്ക് എത്തുക. കറക്റ്റ് ആണ് സ്മിത മാതാജി അല്ലേ? അപ്പോ ഇനി ഹിംസ, പാപം, അഹിംസ, പുണ്യം, ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഒരു മിനിറ്റ്. തിരുമേനി നമസ്തേ. അതെ 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 തിരുമേനി. തിരുമേനിക്ക് വേണ്ടിയിട്ടാ? ഓ, ഞാൻ ചെയ്തുതരാം തിരുമേനി. നാളെ വൈകുന്നേരത്തേക്കാ? അമ്പിളി? ഇല്ല തിരുമേനി, ഞാൻ ചെന്നൈയിലാണ്. തിരുമേനി വരുന്നുണ്ടോ ഗുരുവായൂർക്ക് നാളെ? അയ്യോ സോറി തിരുമേനി, ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ വാട്സപ്പ് ചെയ്തേക്കാം. വരുന്നുണ്ടോ? ഓ, ഞാൻ ചെയ്തുതരാം തിരുമേനി. ഞാനിപ്പോ ക്ലാസ്സിലാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് തിരുമേനിക്ക് വിളിച്ചിട്ട് റൂം ബുക്ക് ചെയ്ത് തരട്ടെ? ഓ ശരി തിരുമേനി. ഒരു 10:30 മണിയാകുമ്പോൾ വിളിച്ചാൽ ബുദ്ധിമുട്ടാവും അങ്ങേക്ക്? നമുക്ക് കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും തെക്കേ നടയിലും ഒക്കെ ഉണ്ട് തിരുമേനി. ഏതാ കറക്റ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ച് ചെയ്തുതരാം. ഓ ഓ, ഒരു 10:30 മണിയാകുമ്പോൾ വിളിച്ചാൽ ബുദ്ധിമുട്ടാവോ തിരുമേനി? ഓ ശരി തിരുമേനി, നമസ്തേ. അപ്പോ ഇനി ഹിംസ, പാപം, അഹിംസ, പുണ്യം, ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ യുധിഷ്ഠിരൻ ചോദിച്ചു, യജ്ഞങ്ങളുടെ ഉദ്ദേശം ധർമ്മവും സുഖവും ധനവുമാണ് അല്ലെ? യജ്ഞങ്ങൾ ചെയ്യുന്ന എന്തിനാണ്? ധർമ്മം, സുഖം, ധനം. അതിൽ ഹിംസയ്ക്ക് വല്ല സ്ഥാനമുണ്ടോ? യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, അതില് ഹിംസയ്ക്ക് വല്ല സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് നമ്മുടെ ഭീഷ്മർ പറയാണ്, ഊജവൃത്തി ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണന്റെ കഥ. ഓക്കെ, പക്ഷെ ചിക്കറി വേണ്ട. ടേസ്റ്റ് ചിക്കറി ഇല്ലാത്തത് മാതാജി. ഇസ്കോൺ കോഫി എന്ന് പറയുന്നത് ചിക്കറി ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോ ഇസ്കോണിൽ കൊടുക്കുന്ന ബോട്ടിലാണത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്കോൺ റൂൾസിനെതിരായിട്ട് നമ്മളൊന്നും ചെയ്യില്ല.
അപ്പൊ അതിന് മറുപടിയായിട്ട് ഭീഷ്മർ ഊച്ചവൃത്തി എന്ന് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണന്റെ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് വിദർഭാപുരിയിൽ വഴിയിൽ നിന്നും പാടത്തു നിന്നും നെന്മണികളൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് ഉപജീവനം കഴിച്ചിരുന്ന സത്യൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യയും അതുപോലെ തന്നെ പരിശുദ്ധയായിരുന്നു, ശുഭശീലയായിരുന്നു. രണ്ടുപേരും യാതൊന്നിനെയും വിഷമിപ്പിക്കാതെ ഫലമൂലാദികളൊക്കെ കഴിച്ചുകൊണ്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. കഠിനമായ തപസ് കൊണ്ട് ഒരുപാട് പുണ്യം നേടിയവര്. ഒരു ദിവസം അദ്ദേഹത്തിന് യാഗം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. ജന്തുഹിംസ കൂടാതെ ഫലങ്ങളും കിഴങ്ങുകളും ഒക്കെ വെച്ച് അവരെന്ത് ചെയ്തു? വിഷ്ണുവിനെ പൂജിക്കാൻ തുടങ്ങി, ഭഗവാനെ പൂജിച്ചു. ജന്തുഹിംസയൊന്നും ഇല്ലാണ്ട് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് യാഗം ചെയ്തത്. അപ്പോ കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടു കൂടി അവരെന്താ ചെയ്തത്? മൃഗങ്ങളെ ഒന്നും കൊന്ന് ബലിയർപ്പിക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. കാരണം മനസ്സിൽ കരുണയുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ദ്രോഹിക്കാൻ തോന്നില്ല. അപ്പൊ കാരുണ്യം നിറഞ്ഞ മനസ്സുകൊണ്ട് അവർ ഒന്നിനെയും ഉപദ്രവിക്കാതെ ഈ പുഷ്പങ്ങളും ഫലങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഭഗവാനെ പൂജിച്ചു. അങ്ങനെ ഇരിക്കെ അയൽവാസിയായ പർണാഥൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ അവിടെ വന്നു. അവൻ ഒരു ശാപം മൂലം ഈ പർണാഥൻ ഒരു മാനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ആ മാൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ സത്യ, നീ ചെയ്യുന്ന യജ്ഞമൊന്നും ശരിയല്ല. വിധിപ്രകാരം മന്ത്രം ജപിച്ചിട്ട് ബലി അർപ്പിക്കാതെ ചെയ്യുന്ന ഈ യാഗം ഡോറടയ്ക്കും കൊതുകേറും. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. വിധിപ്രകാരം മന്ത്രം ജപിച്ചിട്ട് ബലി അർപ്പിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഈ യാഗം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാന്ന് സത്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണനോട് ആര് പറഞ്ഞു? പർണാഥൻ എന്ന് പറയുന്ന ശാപം കിട്ടി മാനായി സഞ്ചരിക്കുന്ന വ്യക്തി വന്ന് പറഞ്ഞു, നീ എന്നെ, അതായത് ഈ മാനിനെ, പർണാഥനെ, നീ എന്നെ ഈ യജ്ഞത്തിൽ ബലി കൊടുക്ക്, എല്ലാം ശുഭമായിട്ട് വരുന്നു പറഞ്ഞു. പക്ഷേ തന്റെ അയൽവാസിയായ മാനിനെ കൊല്ലുന്നത് സത്യന് ഇഷ്ടമില്ല. സത്യൻ ബ്രാഹ്മണനാണല്ലോ, സത്യന് താല്പര്യമില്ല അയൽവാസിയായ മാനിനെ കൊല്ലാൻ. അപ്പോ സാവിത്രി ദേവിയും സൂര്യബിംബത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങനെ ചെയ്യാൻ തന്നെ ഉപദേശിച്ചു. എന്നിട്ടും സത്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. പർണാഥൻ വീണ്ടും വീണ്ടും അപേക്ഷിച്ചു, എന്നെ ബലി അർപ്പിക്കൂ. സത്യൻ ചെയ്യുന്നില്ല. അപ്പൊ പർണാഥൻ സത്യന് ദിവ്യ ദൃഷ്ടി കൊടുത്തു. സ്വർഗരാജ്യത്തിലെ വിഭൂതികളൊക്കെ നോക്കിക്കാണാൻ പറഞ്ഞു. അവിടെ അപ്സരസുകളെയും ഗന്ധർവന്മാരെയും മറ്റ് ഐശ്വര്യങ്ങളെയൊക്കെ കണ്ടപ്പോ സത്യന് ഭയങ്കര കൊതി തോന്നി. ഉടനെ മാനിനെ ഹിംസിച്ച് ബലി കൊടുക്കാൻ സത്യൻ തീരുമാനിച്ചു. അതോടുകൂടി ബ്രാഹ്മണൻ ചെയ്ത സകല പുണ്യവും പോയി. ആ മാനിനെ ഹിംസിച്ചതോടുകൂടി ബ്രാഹ്മണൻ ചെയ്ത എല്ലാ പുണ്യവും പോയി. മൃഗങ്ങളെ ഹിംസിച്ച് ബലി അർപ്പിക്കുന്നത് ഒരിക്കലും പുണ്യമല്ല, യജ്ഞവുമല്ല. പിന്നെ മാനിന്റെ രൂപത്തിൽ വന്ന ധർമ്മം അവരെ കൊണ്ട് തനിയെ യജ്ഞം ചെയ്യിപ്പിച്ചു. അതിന്റെ ഫലമായി അവർക്ക് ശാന്തിയും സമാധാനവും ലഭിച്ചു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ധർമ്മം അഹിംസയാണ്. ഏറ്റവും വലിയ ധർമ്മം എന്താണ്? അഹിംസയാണ്. ഹിംസ എന്ന് പറഞ്ഞാൽ പാപമാണ്, അധർമ്മമാണ്. അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അഹിംസാപരനായി ജീവിക്കണം. അഹിംസാപരനായി ജീവിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യാം. സാക്ഷാൽ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യണം. നോൺ വെജും കഴിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ തേടി നടന്നാൽ ഗുരുവായൂരപ്പനെ കിട്ടൂല. അതും ഞാൻ പറഞ്ഞേക്കാം. പാപം ചെയ്യാൻ കാരണം എന്താണ്? എന്താ കാരണം പാപം ചെയ്യാൻ? പാപം ചെയ്യാനുള്ള കാരണം എന്താ? കാമമാണ്. കാമമുണ്ടാവാൻ കാരണം എന്താണ്? ഇന്ദ്രിയങ്ങൾക്ക് ചില വിഷയങ്ങളോടുള്ള ആഗ്രഹം. നമ്മുടെ നാവിന്റെ രുചി, നമ്മുടെ കാതുകൾക്ക് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ കേൾക്കുമ്പോൾ ആനന്ദം, അതുപോലെ ഇന്ദ്രിയങ്ങൾ, അതിന് ചില സംഭവങ്ങളോടുള്ള ആസക്തിയാണ് എന്ത്? കാമം ചെയ്യാനുള്ള ബോധം ഉണ്ടാക്കുന്നത്.
ലൗകികങ്ങളായിരിക്കുന്ന പ്രലോഭനങ്ങൾക്ക് വശപ്പെട്ടു പോയാൽ ധർമ്മമെല്ലാം കളഞ്ഞിട്ട് പാപം ചെയ്യാൻ തുടങ്ങും. ഇല്ലേ? കുറെ പാപങ്ങളിലേക്ക് പോകും. ലൗകിക വിഷയങ്ങളിൽ നിർവേദം വന്നാല് ധർമ്മം ചെയ്തുകൊണ്ട്, ധർമ്മ പ്രചരണം ചെയ്തുകൊണ്ട് പുണ്യം നേടിയിട്ട് മോക്ഷം പ്രാപിക്കും. ഓക്കെ, അതുകൊണ്ട് ധർമ്മജ, നീ ലൗകിക വിഷയങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ട് ധർമ്മത്തോടെ ജീവിക്ക്. നീ ധർമ്മമില്ലാതെ ജീവിക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെന്താ പറയുന്നത്? ഇനി പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എന്താണ്? ലയം എന്താണ്? പിന്നെ യുധിഷ്ഠിരൻ ചോദിച്ചു. പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. അപ്പോ അതിന് ഭീഷ്മര് ഒരു കഥ പറഞ്ഞു കൊടുക്കാണ്. എന്താണെന്നറിയോ? പണ്ട് നാരദനും അസിതനും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. ആരൊക്കെ? നാരദനും അസിതനും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചും ലയത്തെ കുറിച്ചും. ഒരിക്കല് ബുദ്ധിമാനായ വൃദ്ധനായ മഹാജ്ഞാനിയായ അസി തന്റെ അടുത്ത് വന്നിട്ട് നിൽക്കാണ്. നാരദൻ ചോദിച്ചു, ബ്രഹ്മാവ് എന്തിൽ നിന്നാണ്? പട്ടാളത്തിലെ ചില യൂണിറ്റ് വർഷത്തിലെത്തി പൂജ ചെയ്യണം. ഭഗവാൻ അതെല്ലാം നിർത്തി കൊടുക്കട്ടെ. ബ്രഹ്മാവ് എന്തിൽ നിന്നാണ്, എങ്ങനെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്? ഇതിന്റെ എല്ലാം അവസാനം എങ്ങനെയാണ് ഈ ലോകം പ്രവർത്തിക്കുന്നത്? അപ്പോ അസിതൻ മറുപടി പറയാണ്, ഭാവപ്രചോദിതമായിരിക്കുന്ന കാലം വരുമ്പോ 5 ഭൂതങ്ങളെ കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ്? ഭാവപ്രചോദിതമായിരിക്കുന്ന കാലം വരുമ്പോൾ 5 ഭൂതങ്ങളെ കൊണ്ട് ഈ ലോകം സൃഷ്ടിക്കപ്പെടും. ആ 5 മഹാഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, പഞ്ചഭൂതങ്ങൾ. ഓക്കെ, അതോടുകൂടി എന്താണ്? മഹാ തേജശാലിയായിരിക്കുന്ന കാലത്തിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഇല്ലേ? കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോ ഈ പഞ്ചഭൂതങ്ങളെ കൂടെ 6ാമത്തതായിരിക്കുന്ന കാലവും കൂടി ചേരും. അവയോടുകൂടി ഭാവവും അഭാവവും ചേർന്ന് 8 ഉപാധികളിൽ നിന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൂതങ്ങളും ഉണ്ടാവും. പഞ്ചഭൂതങ്ങളും കാലവും ഭാവവും അഭാവവും എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായി? ഈ ലോകം ഉണ്ടാവും. അവസാനം ഇത് അതിലേക്ക് തന്നെ ലയിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഹിന്ദുക്കള് മരിച്ചു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുന്നത്. എന്തിൽ നിന്നുണ്ടായോ അതിലേക്ക് തന്നെ നമ്മളെ ലയിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അഗ്നിയിലേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അഗ്നിയിലേക്ക് പോവില്ലല്ലോ. നമ്മള് കത്തിച്ച് ആ വെണ്ണീര്, ആ ഭസ്മം എടുത്ത് നമ്മൾ ഒഴുക്കുന്നുണ്ട് ജലത്തിലേക്ക്. അപ്പൊ 5 പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ ശരീരത്തെ ഭാവത്തോടുകൂടി അഭാവത്തോടുകൂടി നമ്മൾ പഞ്ചമഹാഭൂതങ്ങളിലേക്ക് തന്നെ വിടുകയാണ്. പൃഥ്വിയിൽ നിന്ന് ദേഹം, ആകാശത്തിൽ നിന്ന് ശ്രോതവും, സൂര്യനിൽ നിന്ന് ദൃഷ്ടിയും, കാറ്റിൽ നിന്ന് ബലവും, വെള്ളത്തിൽ നിന്ന് രക്തവും, ഇങ്ങനെയാണ് ജീവികൾ വന്നിരിക്കുന്നത്. എങ്ങനെയാ വന്നത്? പൃഥ്വിയിൽ നിന്ന് ദേഹം, ആകാശത്തിൽ നിന്ന് ശ്രോത്രവും, സൂര്യനിൽ നിന്ന് ദൃഷ്ടിയും, കാറ്റിൽ നിന്ന് ബലവും, വെള്ളത്തിൽ നിന്ന് രക്തവും, ഇങ്ങനെയാണ് ജീവികളുടെ ഉത്ഭവം. ഇവയുടെ ഗുണങ്ങളായിരിക്കുന്ന സ്പർശം, ഈ ജീവികളുടെ ഗുണങ്ങൾ എന്താണ്? സ്പർശം, രൂപം, രസം, ഗന്ധം, ശബ്ദം, 5 ഗുണങ്ങളുണ്ട്. ഇവയാണ് പ്രകൃതിയിൽ നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? ഇവയ്ക്കപ്പുറം മനസ്സും ബുദ്ധിയും മനുഷ്യനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലേ? മനുഷ്യൻ എന്താ വേണ്ടത്? മനസ്സ് വേണം, ബുദ്ധി വേണം. ഇതൊക്കെ ഇല്ലേ പിന്നെ മനുഷ്യനാവാതിരിക്കില്ലേ? മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ബുദ്ധി കൊണ്ട് ഉറപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇങ്ങനെ 8 എണ്ണമാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇതെല്ലാം കൂടി ചേർന്ന് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധി എല്ലാം കൂടിയായി 8 എണ്ണം കയറിക്കഴിഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളായി. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇതാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടു പോയാൽ മതി. നമ്മൾ ഓർത്ത് വെക്കണം. ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടപടിയാവുന്ന കേസല്ല. ഓക്കെ,
ജസ്റ്റ് കേട്ട് പോവാം. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ കർമ്മശ്രമം മൂലം തളർന്ന് വിരമിക്കുമ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്, അല്ലെ? ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ തളർന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോവും. ഇന്ദ്രിയങ്ങൾ അടങ്ങി മനസ്സ് അടങ്ങാതിരിക്കും. ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങും, കയ്യും കാലും മനസ്സും വാക്കും നോക്കും മൂക്കും കണ്ണും എല്ലാം ഉറങ്ങും, മനസ്സടങ്ങില്ല. അപ്പൊ എന്തുണ്ടാവും? ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷീണം കൊണ്ട് ഉറങ്ങാണ്, ഡീപ് സ്ലീപ്പ്, മനസ്സടങ്ങില്ല. അപ്പൊ എന്തുണ്ടാവും? എന്തുണ്ടാവും? ആ കട്ടിലേക്ക് കയറി കിടക്ക് ബിന്ദുമ്മേ. ക്ലിക്കർ നോക്കട്ടെ. എവിടെ സീറോയിൽ നിൽക്കുന്നു? അത് 0 അല്ല, അത് 10 ആണ്. ജപിച്ച് ഇതിനെ സ്റ്റോപ്പ് ആക്കിയോ ബിന്ദുമ്മേ? ആ വരുന്നില്ല. അതിന് കരയുന്ന എന്തിനാ? എന്റെ ബാഗിൽ വേറെ ക്ലിക്കർ ഉണ്ട്, പോയി എടുത്തോ. ആ അത് സാധാരണ ഒരു ഇലക്ട്രിക് ഉപകരണല്ലേ, അത് ചീത്തയായി പോവും. അവിടെ വേറെ ക്ലിക്കർ ഉണ്ട്, പോയി എടുത്തോ. ക്ലിക്കർ സ്റ്റോപ്പായി ചൊല്ലിട്ട് എഴുതിട്ടിരിക്കാங்க. വേറെ ക്ലിക്കർ ഉണ്ട്, അത് പോയി എടുത്തോ. ഹരേ കൃഷ്ണ. ക്ലിക്കർ നിന്ന് പോയെന്നും പറഞ്ഞോണ്ട് അന്ന് കുങ്കുമം കീഴെ വെക്കാതെ. ആ അതെടുത്തോ, കുഴപ്പമില്ല, അതെടുത്തോ. അത് ഞാൻ പൊട്ടിക്കാത്താണ്, അതെടുത്തോളൂ. എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചാണ്. കിട്ടിയില്ലേ? നല്ല കഥയായി കാണിച്ചത്. ആ ഇതെടുത്തോ. എന്നാ പോയി അവിടെ ഇരുന്ന് ജപിക്ക്. അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കുന്ന. ആ ഇരുന്ന് കട്ടിലേക്ക് കയറി ഇരിക്കും. ആ അതിന് കരഞ്ഞോണ്ടിരിക്കണ ക്ലിക്കർ നിന്ന് പോയെന്നും പറഞ്ഞോണ്ട്. ഇത് നല്ല കഥയായി. പുതിയ ചോദിച്ചാൽ തരാൻ പോണു. അവിടെ ഇരുന്ന് ജപിക്ക്. ഹരേ കൃഷ്ണ. നാരായണ നാരായണ. ഇനിയിപ്പോ ഉറക്കം പോയാ? ഇനി ഇനി എന്ത് ചെയ്യാൻ പോവാ? ജപിക്കാൻ പോവാ? എന്നാ ഇരുന്ന് നീ ജപിക്ക്. നീ ഇരുന്ന് അവിടെ ഇരുന്ന് ജപിക്ക്. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ നാരായണ. ക്ലിക്കർ നിന്ന് പോയെന്നും പറഞ്ഞ് ഉറങ്ങി കരയാൻ തുടങ്ങി. എന്റെ ക്ലിക്കർ നിന്ന് പോയി അമ്പിളിക്കുട്ടി. അത് ജപി പുതിയ ക്ലിക്കർ ചോദിച്ചാൽ കൊടുക്കാൻ പോണ്, ഇരുന്ന് ജപിക്കാൻ പോണു. അയ്യോ കൃഷ്ണ നാരായണ, എനിക്ക് വയ്യ. അവിടെ ഇരുന്ന് ജപിക്ക്. അപ്പോ അതില് മനുഷ്യൻ എന്തെല്ലാം ഇരുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് വന്നിട്ട്, സോറി എന്താ പറയാ, പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് വന്നിട്ട് ആ ഒരു പഞ്ചമഹാഭൂതങ്ങളിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത്. വരുന്നുണ്ടോ? ആ ഓക്കെ. അപ്പൊ അവിടെ ഇരുന്ന് ജപിച്ചു. ആ ഇനി മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് അതാ ശ്രീകണ്ഠൻ പ്രഭു പറഞ്ഞണ്ടാ, ഇരുന്നാ ഉറങ്ങിപ്പോവും നമ്മൾ ജപിക്കുമ്പോ. ഉറക്കം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നടന്ന് ജപിക്കുക. ഇസ്കോണിലെ സ്വാമിമാരെ കണ്ടിട്ടില്ലേ നമ്മള്? ഞാൻ വീഡിയോസ് കാണിച്ചു തരാറില്ലേ? അവരെന്താ ചെയ്യാ? നടന്നുകൊണ്ട് ജപിക്കും. ഒന്നെങ്കിൽ ടെറസിൽ പോയി നടക്കാം. പോന്നോ? ടെറസിൽ പോയി നടക്കണമെങ്കിൽ അവിടെ പോയി നടന്ന് ജപിക്കുക. അതല്ല ഈ വരാന്തയിൽ നടന്ന് ജപിക്കണമെങ്കിൽ വരാന്തയിൽ നടന്ന് ജപിക്കുക. എന്നിട്ട് ഉറങ്ങാം. ജപിച്ചോണ്ട് ഉറങ്ങാൻ പാടില്ല. ഇതെന്തോന്നിത്? പതുക്കെ മൊത്തം മന്ത്രം ജപിക്കണോ? ചുമ്മാ ഓടിച്ചു വിടരുത്. ആ മുഴുവൻ മന്ത്രവും ജപിക്കണം. ഹരേ കൃഷ്ണ എന്നുള്ള മുഴുവൻ മന്ത്രവും ജപിച്ചിട്ട് ഉറങ്ങണം. എങ്ങനെ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ. പിന്നെ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ. അത് വേണം മൊത്തം. അത് മൊത്തം വേണ്ട, അത് ഒരു പ്രാവശ്യം. പഞ്ചതത്വ മന്ത്രം ഒരു പ്രാവശ്യം. പിന്നെ ഹരേ കൃഷ്ണ അങ്ങനെ മഹാമന്ത്രം. കലിയുടെ കൽമഷം മാറാനല്ലേ നമ്മൾ ജപിക്കുന്നേ? അതൊക്കെ പഠിപ്പിച്ചെന്നില്ലേ ഞാൻ? കലിയുടെ കൽമഷം മാറിയിട്ട് നമ്മള് ജപിക്കണം. ജപിക്കുമ്പോ എന്താവും? നമുക്ക് നല്ല ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കിട്ടും. നമുക്ക് ഒന്നിനോട് എന്തുണ്ടാവില്ല? ടെൻഷൻ ഉണ്ടാവില്ല. ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും? മുക്തി നേടും. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചെന്നില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് പഞ്ചതത്വ മന്ത്രം. അത് ഒരു പ്രാവശ്യം, അത് ഒറ്റ പ്രാവശ്യം. പിന്നെ നമ്മൾ ജപിച്ചു പോവാ അല്ലേ? ആ മന്ത്രം ചൊല്ലണോ? അയ്യോ, ആദ്യം മന്ത്രം ചൊല്ലണം, എന്നിട്ട് വേണം ഹരേ കൃഷ്ണ ജപിക്കാൻ. അപ്പോഴല്ലേ അത് പൂർണ്ണാവുക. അത് ചൊല്ലിയിട്ട് മന്ത്രം ചൊല്ലാട്ടാ. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള പുണ്യ പാപങ്ങളാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? പുനർജന്മത്തിന് കാരണമായി മാറുന്നത്. നമ്മൾ ഈ ജന്മത്തിൽ പുണ്യം ചെയ്താല് നമുക്ക് ഇനിയൊരു ജന്മത്തിൽ എന്ത് കിട്ടും? നല്ല ജന്മം കിട്ടും. ഓക്കെ, ബിന്ദമ്മ പോയിട്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ രമണൻ പ്രഭു പറയുന്നു. പോയി ചൂടുവെള്ളം കുടിക്കാൻ പോയി. ജീർണിച്ച വീട് ഉപേക്ഷിച്ചിട്ട് പുതിയൊരു വീട്ടിൽ നമ്മൾ താമസം തുടങ്ങുന്നത് പോലെയാണ് നമ്മൾ ദേഹി എന്ത് ചെയ്യുന്നത്? പഴയ ശരീരം ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ശരീരത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ഈ ശരീരം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ നമുക്ക് വരും. അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താവരുത്? വിഷമിക്കരുത്. നമ്മൾ അതിനുവേണ്ടി ചികിത്സകൾ ചെയ്യുക. കാലാകാലം നമുക്ക് ഈ ശരീരം നിലനിർത്താൻ കഴിയില്ല. കാലാകാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോ നമ്മൾക്ക് ഈ ശരീരത്തിൽ എങ്ങനെയായാലും അസുഖങ്ങൾ വരും. ആ അസുഖങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? തരണം ചെയ്യണം. എങ്ങനെ തരണം ചെയ്യണം? മരുന്നുകൾ കൊണ്ടാണോ? ഇന്ന് നമ്മളിപ്പോ ഒരു അസുഖത്തിന് കഴിക്കുന്ന മരുന്ന് നാളെ മറ്റൊരു അസുഖത്തിന് കാരണമാണ്. നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കണം. അയ്യോ, ഞാൻ രോഗിയായേ എന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ രോഗി തന്നെയാണ്. അയ്യോ, എനിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്കില്ല. മനസ്സിലായില്ലേ? എനിക്ക് എന്റെ ഭഗവാനുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഞാൻ തളരില്ല. എന്റെ ഈശ്വരനുണ്ട്. കൃഷ്ണ, ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നും എനിക്ക് തുണയായുണ്ട്. ഞാൻ അങ്ങയുടെ പാതാര വിന്ദങ്ങളിൽ എന്നുമുണ്ട്. ഞാൻ അധർമ്മിയായി ജീവിക്കില്ല. ഞാൻ ധാർമ്മികതയിൽ ജീവിക്കും. എന്നും ബി പോസിറ്റീവ്. പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് എന്തായി? ജീവിതത്തിൽ പോസിറ്റീവ് വരും. എങ്കിലും നമ്മുടെ ഈ ശരീരം ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ ഉപേക്ഷിക്കണം. അത് ഉറപ്പാണ്. അപ്പോ നമുക്ക് ഈ ശരീരം ശാശ്വതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ജ്ഞാനികൾ അതിൽ ദുഃഖിക്കില്ല. നമ്മുടെ ഈ ശരീരം നഷ്ടപ്പെട്ട് നമ്മള് എന്താണ്? ജ്ഞാനികള് നമ്മൾ ഒരിക്കലും ഈ ഒരു നമ്മുടെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്ന സമയത്ത് ദുഃഖിക്കില്ല. കാരണം അവർക്കറിയാം ഇതൊരു പഴയ വീടാണ്. ഈ വീട് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ശരീരത്തിലേക്ക് നമ്മൾ പോവാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് നമുക്കറിയാൻ പറ്റും. വാസ്തവത്തിൽ ഒരാത്മാവും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. പിന്നെയോ ദേഹം മാത്രമാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? വാസ്തവത്തില് ഗ്യാസ് ഓഫ് ബിന്ദമ്മ, വാസ്തവത്തില് ഒരാത്മാവും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ശരീരം മാത്രമാണ് ജനിക്കുന്നതും മരിക്കുന്നതും. ഓക്കെ, പിന്നെയോ ആ ദേഹത്തിൽ ആത്മബുദ്ധി കൊണ്ട് വെക്കുന്നത് കൊണ്ട് താതാത്മ്യ ഭാവം കൊണ്ടാണ് ജീവന് ജനന മരണങ്ങൾ ഉണ്ടാവുന്നു തോന്നുന്നു. നമ്മൾ ആര് ഈ പറയുന്ന എന്താ പറയാ ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ശരീരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ശരീരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ഓഫ് ചെയ്താ ഗ്യാസ് ഉറപ്പാണ്. അപ്പൊ എന്തേ ചൂടുവെള്ളം ബിന്ദമ്മയ്ക്ക് കുടിക്കാൻ? കുടിച്ച ഗ്യാസ് ഓഫ് ചെയ്താ ഉറപ്പാണോ? പോയി നോക്കണോ? അപ്പോ എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മള് ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ശരീരമാണ് നമ്മളെ വിട്ടു പോകുന്നത്. മനസ്സിലായില്ല? ആ ശരീരമാണ് വീണ്ടും ജനിക്കുന്നത്. ആത്മാവിന്
എന്താ പറയാ, തരാം മാതാജി, ഒന്നുകൂടി മെസ്സേജ് ഇട്ട് വെച്ചോളൂ ഗീതയ്ക്ക്. ആത്മാവിന് ഒരിക്കലും നാശവും ഇല്ല, ജനനവും ഇല്ല. പിന്നെയോ പുണ്യപാപങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന ദേഹത്തോടുള്ള താതാത്മ്യ ഭാവം വിടുമ്പോൾ മോക്ഷം പ്രാപിക്കുന്നു. നമുക്ക് കുറേ പുണ്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ശരീരം സ്വീകരിച്ച് നമ്മൾ ആ ജന്മത്തിലും പുണ്യം ചെയ്ത് ഈശ്വരനെ അറിഞ്ഞ് ജപിച്ചു വായിച്ചു നമ്മൾ ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് എന്താ ലഭിക്കുന്നത്? മോക്ഷം ലഭിക്കുന്നുണ്ട്. അപ്പോ മനോബുദ്ധികൾക്ക് അടിമയായ ജീവൻ സ്വതന്ത്രനാകുന്നു. മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും ആഗ്രഹത്തിനും ആസക്തിക്കും ഒക്കെ അടിമപ്പെട്ട ജീവൻ എന്തായി മാറുന്നു? സ്വതന്ത്രമായി പോവാണ്. മനസ്സിലായില്ലേ? ജീവഭാവം തന്നെ നമുക്ക് പോവാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ആത്മീയ സുഖമാണ്, അല്ലാതെ ഭൗതിക സുഖമല്ല നമുക്ക് വേണ്ടത്. ക്ലിയർ? തൃഷ്ണാത്യാഗം അടുത്തത് എന്താണ്? തൃഷ്ണാത്യാഗമാണ് അടുത്തത് നമ്മൾ പഠിക്കുന്നത്. പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചു തൃഷ്ണാത്യാഗത്തെ പറ്റി. നമസ്തേ മനോജ് ചേട്ടാ. തൃഷ്ണാത്യാഗത്തെ പറ്റി ചോദിക്കാണ്. രാജ്യതൃഷ്ണ കൊണ്ടാണല്ലോ ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തെ എല്ലാം കൊന്നൊടുക്കിയത്, ശരിയല്ലേ? അപ്പം രാജ്യത്തോടുള്ള ഒരു ആസക്തി കൊണ്ടാണ് ഈ സമൂഹത്തെയുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കിയത്, അല്ലെ? ആ പാപകർമ്മം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ദുഃഖിക്കുന്നു. സത്യം, ഭഗവാൻ മോക്ഷം തന്നു കൊണ്ടുപോകണം, വീണ്ടും കഷ്ടത്തിൽ നമ്മളെ ജനിപ്പിക്കരുത്. ഈ ദുഃഖ കാരണമായിരിക്കുന്ന തൃഷ്ണയെ ഒഴിവാക്കാൻ, ഒരു വസ്തുവിനോടുള്ള അമിതമായ ആസക്തി, അതിനെയാണ് നമ്മൾ തൃഷ്ണ എന്ന് പറയുന്നത്. അപ്പൊ രാജ്യത്തോടുള്ള ആസക്തി കൊണ്ടാണ് ഒരു യുദ്ധം നടക്കുന്നതും കൊല്ലപ്പെടുന്നതും ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള തൃഷ്ണ മനോഭാവത്തെ ഒഴിവാക്കാൻ വല്ല വഴിയും ഉണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത്? യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. അതിന് ഉത്തരമായിട്ട് മാണ്ഡ്യവന്റെ ചോദ്യത്തിന് ജനകരാജാവ് പറഞ്ഞ മറുപടിയാണ് ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുന്നത്? മാണ്ഡ്യവന്റെ ചോദ്യത്തിന് ജനക മഹാരാജാവ് ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭീഷ്മർ പറയാണ്, ജനകൻ പറഞ്ഞു, സസുഖം വദ ജീവാമി യസ്യമേ നാസ്തി കിഞ്ചന മിഥിലായായം പ്രദീപ്തായം നമേ ദഹ്യതീ കിഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജരീസിൽ കിട്ടും, മെസ്സേജ് ഇട്ടോളൂ. എനിക്ക് ഒന്നും തന്നെ സ്വന്തമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ സുഖമായി ജീവിക്കുന്നു. പഴയ ആൾക്കാർ പറയുന്നൊരു ചൊല്ലുണ്ട് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ, എന്റെ അമ്മയുടെ അച്ഛൻ പറയും, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടു എന്ന്, അല്ലെ? നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയും സ്വർണ്ണമൊക്കെ വെച്ച് നമ്മൾ യാത്രയാണെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടില്ല. അയ്യോ 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 എന്ന്. എന്നാലും ഒന്നുമില്ല എങ്കിലോ നമ്മൾ സുഖമായിട്ട് ഒരു ഭാഗത്ത് കിടന്ന് ഉറങ്ങിപ്പോവും, അല്ലെ? അപ്പോ നമുക്ക് എന്താണ്, എനിക്കൊന്നും തന്നെ സ്വന്തമായിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. മിഥിലാപുരി കത്തിപ്പോയാലും എന്റേതായിട്ട് ഒന്നും നശിക്കുന്നില്ല. ജനക മഹാരാജാവ് പറഞ്ഞു, മിഥിലാപുരി കത്തിപ്പോയാലും എന്റേതായിട്ട് ഒന്നും നശിക്കുന്നില്ല, കാരണം ഇതൊന്നും എന്റേതല്ല. ധനവും മമതയും വർദ്ധിച്ചു വരുമ്പോ ദുഃഖം വർദ്ധിക്കുകയാണ്. പണവും സ്വാതന്ത്ര്യവും സുഖവും പേരും പ്രശസ്തിയും ഒക്കെ വരുമ്പോ ദുഃഖവും കൂടും. അർത്ഥാസക്തി ജനങ്ങളെ മോഹിപ്പിക്കുന്നു, അല്ലെ? ഒരുപാട് അർത്ഥാസക്തി ജനങ്ങളെ ഇങ്ങനെ മോഹിപ്പിക്കുകയാണ്. ആസക്തി ഇല്ലെങ്കിൽ പിന്നെ ദുഃഖമില്ല. ആസക്തി ഉണ്ടെങ്കിലല്ലേ ദുഃഖമുള്ളൂ. ആസക്തി ഇല്ലാത്ത ഒരാൾക്ക് എന്താണ്, വല്ല ദുഃഖമുണ്ടോ? ഒരു ദുഃഖവും ഇല്ല. യച്ച കാമസുഖം ലോകേ യച്ച ദിവ്യം മഹത് സുഖം തൃഷ്ണായക്ഷ സുഖസൈധ്യാൻ അർഹത ഷോഡശീം കലാം എന്ന് പറഞ്ഞാൽ, തൃഷ്ണ ഇല്ലാതെ ആകുമ്പോഴുള്ള സുഖത്തിന്റെ 16 ഒരു അംശം വരില്ല കാമസുഖവും മറ്റുള്ള ദിവ്യസുഖങ്ങളും. അതായത് തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആസക്തി, ഓരോന്നിനോടുള്ള നമ്മുടെ അമിതമായിരിക്കുന്ന ആവേശം. ഈ ആവേശത്തോടു കൂടി നമ്മൾ ഓരോന്ന് വെട്ടിപ്പിടിച്ചടക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിന്റെ 16 ഒരു അംശം വരില്ല കാമസുഖവും മറ്റു ദിവ്യസുഖങ്ങളും. മനസ്സിലായില്ലേ? ഇത് എന്റേതാണ് എന്ന ഭാവം നമുക്ക് ഉണ്ടായാൽ ദുഃഖത്തിൽ നിന്ന്, ദുഃഖത്തിനുള്ള ബീജ കാരണമായി എന്തെങ്കിലും ഒരു സംഭവം കണ്ട ഇതെന്റേത് ഈ തോന്നല് നമുക്ക് വന്നാൽ എന്തായി? ദുഃഖം വരാനുള്ള ഒരു കാരണമായി. ഇതൊന്നും എന്റേതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖവും ഇല്ല. ആലോചിച്ച് നോക്കൂ, ഒരു ദുഃഖവും ഇല്ല. ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചൊരു കാര്യമുണ്ട്. കവിയൂർ പൊന്നമ്മ ചേച്ചി, ഞാനിങ്ങനെ എന്തോ മൊബൈലിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേ പൊന്നമ്മ ചേച്ചിയുടെ നമ്പർ കണ്ടു. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, പല പ്രാവശ്യം അമ്മേന്ന് വിളിച്ചുകൊണ്ട് ആ നമ്പറിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോൺ എടുത്താലും ആ മക്കള് പറ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാറുണ്ട്. ഇപ്പൊ ആ നമ്പർ സ്വിച്ച് ഓഫ് ആണോ, വിളിച്ചാൽ കിട്ടോ, ആരെങ്കിലും എടുക്കോ, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചേ, എത്രയോ വർഷങ്ങൾ അല്ലേ
രാവിലെ 4 മണിക്കും 3 മണിക്കും ഒക്കെ ഉറക്കവും കളഞ്ഞ് എഴുന്നേറ്റ് ഓടി ഡ്രസ്സൊക്കെ എടുത്ത് പെട്ടിയിലാക്കി മേക്കപ്പ് ഇട്ട് വണ്ടിയിലും ബസ്സിലും ഒക്കെ ഇരുന്ന് യാത്ര ചെയ്ത്, കാരണം അവർ കാലങ്ങൾക്ക് മുൻപേ ഉള്ള ആർട്ടിസ്റ്റാണ്. ഇന്നത്തെ സുഖ സൗകര്യങ്ങളൊക്കെ വരുന്നതിനേക്കാൾ മുമ്പേ ഉള്ള ആർട്ടിസ്റ്റാണ്. അപ്പൊ അന്നത്തെ കാലം മുതൽ ഇന്നത്തെ കാലം വരെ അവർ ഓടിയും നടന്നും കഷ്ടപ്പെട്ട് ഷൂട്ടിന് പോയി അവസാനം വരെ കഷ്ടപ്പെട്ടിട്ട് രാത്രി 12-1 മണിക്കും തിരിച്ചു വന്ന് വീണ്ടും ഉറങ്ങി വീണ്ടും വെളുപ്പിനെ എഴുന്നേറ്റ് പല പല അസുഖങ്ങളും വയ്യായികകളും എല്ലാം തരണം ചെയ്ത് ഓരോ രൂപയും അവർ ചേർത്ത് വെച്ച് 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 ഇങ്ങനെ ഇരുന്നു. ഇന്നിപ്പോ അതൊക്കെ ഇവിടെ ഉണ്ട്, അവരില്ല. ആ കഷ്ടപ്പെടുന്ന കാലം മുഴുവൻ അവർ കഷ്ടപ്പെട്ടു. ഇപ്പൊ ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായാലും സാധനങ്ങളായാലും കാറായാലും എല്ലാം ഇവിടെ ഉണ്ട്, വസ്ത്രങ്ങൾ വരെയുണ്ട്. അവരില്ല. ഒരു ദിവസമെങ്കിലും സുഖമായി ഉറങ്ങിയിട്ടുണ്ടാവും, ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ ഇങ്ങനെ സ്വയം ആലോചിച്ചിട്ടാണ് കേട്ടോ. ശരി, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെ. എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഓടുന്നു. ഈ ഓട്ടത്തിനൊരു പര്യവസാനം ഉണ്ടാവും, അന്നൊരു സമാധാനം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോഴേക്കും മരണം എന്ന് പറയുന്ന അതിഥി നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ ഓടിയത് മുഴുവൻ എന്തിനായിരുന്നു? എന്റേത് 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 എന്ന് പറഞ്ഞിരുന്നത് എന്തിനായിരുന്നു? ഈ വാക്ക് തർക്കങ്ങൾ എന്തിനായിരുന്നു? ഈ കുശുമ്പും ഏഷണിയും അസൂയയും പരസ്പരം പോരടിക്കലും ഒക്കെ എന്തിനായിരുന്നു? ഒന്നും അറിയില്ല. എവിടെയാണ് ഈ ജീവിതത്തിൽ മുഴുവൻ സമാധാനം കിട്ടിയിട്ടുള്ളത്? ഇന്ന് നാളെ ഇന്ന് നാളെ ഇന്ന് നാളെ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ഓടിക്കൂട്ടി. പക്ഷെ ഇന്നും നാളെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്, അല്ലേ? അപ്പൊ ഈ ഓട്ടമൊക്കെ എന്തിനാ? ഈ ഓട്ടത്തിന്റെ ഒക്കെ പര്യവസാനം നമ്മൾ ഇത്രയും ദിവസം ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ദിവസം ഇരിക്കാം എന്ന് നമുക്കൊരു ദിവസം കിട്ടുമോ? കിട്ടില്ല. പിന്നെ ഈ ഓടിയതൊക്കെ എന്തിനാ? അല്ല, എന്റെ പൊട്ട ബുദ്ധിയായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം എന്നും അറിയില്ല. പക്ഷെ ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ശരിയായ കാര്യമല്ലേ അത്? അപ്പോ എന്റേതാണ് എന്നൊരു തോന്നൽ നമ്മൾക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് ദുഃഖത്തിനുള്ള ഒരു ചെറിയ കാരണമാണ്. അതുകൊണ്ട് എന്തെങ്കിലും നമ്മുടേതാക്കണം എന്നുള്ള ഒരു മോഹം വന്നാൽ ആ മോഹത്തെ നമ്മൾ വളർത്തരുത്, താലോലിക്കരുത്. ദുർമതികൾക്ക് തൃഷ്ണ വിടുവാൻ സാധിക്കില്ല. അഹങ്കാര ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയെങ്കിൽ നിങ്ങളുടേതല്ല എന്ന് പറയാൻ തയ്യാറാകണം. നിങ്ങൾ ഇരുന്ന് പറയുന്ന സ്ഥലവും ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെയാണ്, ഇതെന്റെ അല്ല, ഇതെന്റെ ഹൗസ് ഓണറുടെയാണ്. അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ എല്ലാം. നമ്മുടേതെന്ന് പറയാൻ എന്തുണ്ട്? ഈ ശരീരം പോലും ഇല്ല, ഒന്നുമില്ല. നാളെ തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ എടുത്തോണ്ടേ കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കൊണ്ടുപോയി കത്തിക്കും. ഇത് ദേവിയുടെയാണ്, നമ്മളുടെ അല്ല, ഒന്നും നമ്മുടെ അല്ല. അപ്പോ ദുർമതികൾക്ക് തൃഷ്ണ വിടാൻ സാധിക്കില്ല. അഹങ്കാരികളായിരിക്കുന്ന വ്യക്തികൾക്ക്, എന്റേതെന്ന് പറയുന്ന ബോധത്തോടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും എന്താണ്? ആഗ്രഹങ്ങൾ വിടാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അതെ, നമ്മുടേതല്ലല്ലോ. നമുക്കിപ്പോ എന്ത്? നമുക്ക് നമ്മുടേതെന്ന് പറയാൻ നമുക്കൊന്നുമില്ല ഈ ലോകത്ത്, ഒന്നുമില്ല. എല്ലാവരും ഒരു ദിവസം നമ്മളെ വിട്ടിട്ട് പോകും. നമ്മൾ നേടി വെച്ചു എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മളെ വിട്ടിട്ട് പോകും, ഇല്ലേ? അപ്പൊ നമ്മളുടെതെന്ന് പറയാൻ പ്രത്യേകിച്ച് ഈ ലോകത്തൊന്നുമില്ല. അത്രയും ചിന്തിച്ചാൽ മതി. സത്യം, നമ്മൾ ജനിച്ചു, ഇനി ജീവിക്കുന്ന കാലം മനസമാധാനത്തോടെ ജീവിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും വെട്ടിപ്പിടിക്കാനും പോണ്ട, വെട്ടിപ്പിടിച്ചു കയ്യിൽ വെക്കാനും പോണ്ട. അതുകൊണ്ടൊന്നും ഒരു നേട്ടവും ഇല്ല, ഒരു കാര്യമില്ല, ഒന്നും കിട്ടാനും പോണില്ല. അപ്പോ ദേഹത്തിന് വാർദ്ധക്യം കൊണ്ടുള്ള ജര ബാധിച്ചാലും തൃഷ്ണയ്ക്ക് ജര ബാധിക്കില്ല. അപ്പൊ ശരീരത്തിന് ചിലപ്പം പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നരയൊക്കെ വരും. പക്ഷേ ആഗ്രഹങ്ങൾക്ക് ഒരു നരയില്ല എന്നുള്ളതാ കാര്യം. മരണം വരെ മനുഷ്യനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അമിതാസക്തി, അമിതമായിരിക്കുന്ന ആഗ്രഹങ്ങൾ. അത് മനുഷ്യനെ ഇട്ടിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങൾ ഇങ്ങനെ മനുഷ്യനെ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സത്യം. അതിനെ ഉപേക്ഷിക്കുന്നവർക്ക് സുഖം ഉണ്ടാവും. രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു, വിളക്ക് വെക്കുന്നു, ജപിക്കുന്നു, ആരെങ്കിലും വിളിക്കുന്നു, സംസാരിക്കുന്നു, വർക്ക് വരുന്നു, പോകുന്നു, അതിൽ നിന്ന് പൈസ കിട്ടുന്നു, അതെടുത്തിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഇന്ന് എന്ത് കറി ഉണ്ടാക്കും എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. നാളെ എന്ത് കറി വെക്കുന്നു ചിന്തിക്കൂ. ഇന്ന് ടുഡേ
അങ്ങനെയല്ല ആലോചിക്കുക. ഇന്ന് എന്താ കറി വെക്കുക, അല്ലെങ്കിൽ ഇന്നിപ്പം 6-ാം തീയതി, 7-ാം തീയതി എന്താ കറി ഉണ്ടാക്കുക എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല അല്ലേ. അപ്പൊ നമ്മൾ ഇന്നിൽ ജീവിക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കി കഴിച്ചു, ഓക്കെ, ഹാപ്പി. നാളെ എന്തുണ്ടാക്കും നമ്മൾ ചിന്തിക്കൂലല്ലോ. രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇന്നത്തെ ദിവസമല്ലേ കഴിയേണ്ടത്. അങ്ങനെ നമ്മൾ ഇന്നിൽ ജീവിച്ചിട്ട് സമാധാനത്തോടെ ഇന്ന് കിടന്നുറങ്ങാം. നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിഞ്ഞില്ല. ആലോചിച്ച് നോക്കിക്കേ. അപ്പോ നാളത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട്, നാളത്തേക്കെന്നും പറഞ്ഞിട്ട് ചാടി ഓടി നടക്കാണ്ട്, അങ്ങനെയുള്ള ആസക്തികളൊക്കെ മാറ്റി വെച്ചിട്ട് അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്തായി? സുഖം ലഭിക്കും. അതല്ല എങ്കിൽ എന്താ ഉണ്ടാവുക? ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ നശിച്ചു തീരും. അതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല, ഒരു മനസ്സമാധാനവും കിട്ടൂല. ഇതാണ് ദുഃഖശാന്തിക്കുള്ള ഉപായം. അതായത് ദുഃഖത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ശാന്തി ലഭിക്കാനുള്ള ഉപായം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ജനകന്റെ വാക്ക് കേട്ടിട്ട് മാണ്ഡവ്യൻ നല്ല ഹാപ്പിയായി. ജനക മഹാരാജാവ് ഇത് പറഞ്ഞു കൊടുത്തപ്പം മാണ്ഡവ്യൻ ഭയങ്കര ഹാപ്പിയായി. മിഥിലാപുരിയുടെ രാജാവ് പോലും പറയണു, മിഥില കത്തിപ്പോയാൽ പോലും എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലയോ ധർമ്മജ, നീയും അതുപോലെ തൃഷ്ണയെയും മമതാഭിമാനത്തെയും വിട്ട് അനാസക്തനായ രാജ്യം ഭരിക്കൂ. ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കാണ്, ധർമ്മപുത്ര, നീയും ഈ ആസക്തിയൊക്കെ ഒന്ന് കൊണ്ട് ഉള്ള കാലം വരെ രാജ്യം ഭരിക്കുക. അതിനടുത്ത അവകാശി വരും, അവരിയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആള് വരും. ഇത് എന്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ പോകും. മനസ്സിലായില്ലേ? അതാണ് ശാന്തിയിലേക്കും സമാധാനത്തിലേക്കുള്ള മാർഗം. ഈ ഭൂമിയിൽ ആരും നിലകൊണ്ടിട്ടില്ല. ഒരു കാലത്ത് നിത്യഹരിത നായകൻ എന്ന് പറയുന്ന പ്രേംനസീർ സാർ എവിടെ? സത്യൻ സാർ എവിടെ? അവരെ പടത്തിന് വേണ്ടി ക്യൂ നിന്ന കാലം ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇപ്പൊ എവിടെ? എല്ലാവരും കുറേ ആർട്ടിസ്റ്റുകളെ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ പ്രായത്തില് കുറച്ച് ഇതായപ്പം പുതിയ ന്യൂ ഫേസസ് കടന്നു വന്നു അല്ലേ. കുറച്ചു കാലം കഴിയുമ്പോൾ മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും എല്ലാം വഴിമാറി കൊടുക്കും. വേറെ പുതിയ ആളുകൾ വരും. പുതിയ കാലങ്ങളായി, പുതിയ യുഗങ്ങളായി. ഈ പ്രേംനസീർ സാറിനെക്കാളും മുമ്പേ വേറെയും സൂപ്പർ ഹിറ്റ് നടന്മാരുണ്ടായിരുന്നു. അവരെയൊന്നും നമുക്ക് ഓർമ്മ പോലും ഇല്ല. അപ്പൊ കാലം എല്ലാത്തിനെയും കാലം മായ്ക്കും. ഒരു സംശയവും ഇല്ല. ഇപ്പൊ എന്റെ തറവാട് വീട് നിന്ന സ്ഥലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അമ്മയുടെ അച്ഛൻ ഉണ്ടാക്കിയ വീട്. അവിടെ ഞാൻ താമസിച്ചിട്ടുമുണ്ട്. എന്നാൽ എന്റെ ഏട്ടന്റെ മക്കൾക്ക് അതറിയോ? അറിയില്ല. അയ്യോ മമ്മി അറിയില്ല, അങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു. അവരങ്ങനെയാ ചോദിക്കുക. അവര് കാണുന്നത് ഇന്നത്തെ പുതിയ വീട്. അപ്പോ നമ്മൾക്ക് ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഒന്നും ശാശ്വതമല്ല, എല്ലാം നമുക്ക് നഷ്ടപ്പെടും. നമ്മളെന്ന് പറയുന്ന വ്യക്തികൾക്ക് നമ്മുടെ ശരീരം പോലും നഷ്ടപ്പെടും, ഇല്ലേ? അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശാന്തിയിലേക്കും സമാധാനത്തിലും പോണെങ്കിൽ നമ്മൾ ആരെയും പോയി ചൊറിയാതിരിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞു, എന്റേത് നിന്റേത് അവന്റേത് അവളുടേത് ഇവന്റേത് അങ്ങനെയുള്ള ഈ ഇന്റേത് എന്നുള്ള അതങ്ങോട്ട് എടുത്ത് കളയാം. നമുക്ക് എന്തുണ്ടോ ഉള്ളതിൽ നമ്മൾ സംതൃപ്തിയോടെ ജീവിക്കുക. ഇല്ലാത്തതിനെ തേടി പിന്നാലെ പോണ്ട. അത് കിട്ടാൻ വല്ല യോഗം ഉണ്ടെങ്കിൽ ഭഗവാൻ തരും, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഒരു മനസ്ഥിതിയിൽ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക. മനസ്സിലായില്ലേ? ശ്രേയാർത്ഥികളുടെ കർത്തവ്യം എന്താണ്? ശ്രേയാർത്ഥികളുടെ കർത്തവ്യം യുധിഷ്ഠിരൻ പിന്നീട് ചോദിച്ചു. എല്ലാ ജീവികൾക്കും ഭയം നൽകുന്ന മൃത്യുകാലം അല്ലെ, എല്ലാവർക്കും പേടിയുള്ള ഒരു കാലമാണ് മരണകാലം എന്ന് പറയുന്നത്. അത് വരുമ്പോ മനുഷ്യർക്ക് ശ്രേയസ്കരമായിട്ട് എന്താ ഉള്ളത്? അതിനുത്തരായിട്ട് ഭീഷ്മ പിതാമഹൻ പറഞ്ഞത് പിതൃസംവാദ രൂപമായിരിക്കുന്ന ഒരു പഴയൊരു കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് സാധ്വായ നിരതനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ ബുദ്ധിമാനായ മേധാവി എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു. ഒരു ബ്രാഹ്മണന് നല്ല ബുദ്ധിയുള്ള മേധാവി എന്ന് പറയുന്ന ഒരു മകനുണ്ടായി. ഒരിക്കല് മോക്ഷധർമ്മ വിചക്ഷണായിരിക്കുന്ന മകൻ മോക്ഷധർമ്മങ്ങളിൽ ശ്രദ്ധിക്കാതെ സാധ്യായ നിരതനായിരിക്കുന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛാ, മനുഷ്യർക്കെല്ലാം ആയുസ് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതറിഞ്ഞുകൊണ്ട് ബിന്ദമ്മ കൃതികേനെ അവന്തികേനെയും വിളിക്കുക, അമ്മ വിളിക്കുന്നെന്ന് പറയും. അമ്മു ഞാൻ ക്ലാസ്സിൽ ഇരിക്ക്, പസം കേട്ട ഫോൺ കൊടുക്കറേ. ഇല്ല 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 വേണ്ടടാ, നാളെ കാലയിൽ കായ്ക്കറി വാങ്ങിക്കുക. ശരി വാങ്ങിക്കോ, തക്കാളി വാങ്ങിക്കോ. ഇല്ല എനക്ക് തക്കാളി ഇരിക്ക്. വേണ്ട വേണ്ട. ഓക്കെ.
இல்ல அம்மா வெஜிடபிள்ஸ் வாங்கணுமான்னு கேக்குறேன். അപ്പോ ഈ മകൻ പറയാണ്, അച്ഛാ മനുഷ്യർക്ക് ആയുസ്സൊക്കെ വളരെ പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ എന്ത് ധർമ്മമാണ് ആചരിക്കേണ്ടത് അതേക്കുറിച്ച് പറഞ്ഞിതാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കോൾസ് വരുമ്പോൾ ഇമ്പോർട്ടന്റ് കോൾസ് ആകുമ്പോൾ എടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ രാത്രിയായി, നാളെ രാവിലത്തേക്ക് വല്ല പച്ചക്കറിയും വേണമെന്നൊക്കെ അവള് ചോദിച്ചതാണ്. അതാണ്, വേറെ ഇതിൽ നിന്ന് സ്കിപ്പായി പോയതൊന്നല്ല, വിഷമം വിചാരിക്കരുത്. എല്ലാ ഭാഗത്തും നമ്മുടെ കണ്ണും ശ്രദ്ധ എത്തണ്ടേ, അതുകൊണ്ടാണ്. അപ്പോ ഈ അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മനുഷ്യൻ ബ്രഹ്മചര്യ കാലത്ത് വേദങ്ങൾ പഠിച്ച്, എന്താണ് സത്യം ഭഗവാൻ മാത്രമേ ഉണ്ടാവും, വേദങ്ങൾ പഠിച്ച് പിതൃഹിതത്തിന് വേണ്ടി, അതായത് അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി കല്യാണം കഴിച്ച് മക്കളെയൊക്കെ ഉണ്ടാക്കി ജന്മം നൽകി വേദവിധി പ്രകാരം യജ്ഞങ്ങളൊക്കെ ചെയ്ത് അവസാന കാലത്ത് വനത്തിൽ പോയിട്ട് മുനിവൃത്തി സ്വീകരിച്ച് ജീവിക്കുക. ഇതാണ് ഒരു മനുഷ്യന്റെ ധർമ്മം. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നാ പറയുന്നത്? ആ മനുഷ്യൻ ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ബ്രഹ്മചര്യമാണല്ലോ, ബ്രഹ്മചര്യമൊക്കെ അനുഷ്ഠിച്ച് ഗുരുവിന്റെ അടുത്തുനിന്ന് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് അച്ഛന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം കല്യാണം കഴിച്ച് മക്കൾക്കൊക്കെ ജന്മം നൽകി അവസാന കാലത്ത് കാട്ടിൽ പോയി ജീവിക്കാൻ. പക്ഷെ നമുക്കിപ്പൊ അത് പ്രായോഗികമല്ല. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യണം? ഈശ്വര ഭജനത്തോടുകൂടി മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ സ്നേഹിച്ച് അവരെ കുറിച്ചൊന്നും കുറ്റം പറയാതെ, മക്കളെ കുറിച്ചും പേരക്കുട്ടികളെ കുറിച്ചും തുരുതുരാ കുറ്റം പറയുന്ന അച്ഛനമ്മമാരുണ്ട്. അതൊക്കെ ഒഴിവാക്കി അവർക്ക് ശാന്തിയും സമാധാനവും, എന്താ പറയാ, അവർക്കൊരു സമാധാനം കൊടുക്കുക. മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ സമാധാനവും ശാന്തിയും കൊടുത്ത് അവരെ കിടന്ന് ഇങ്ങനെ തുരുതുരൂന്ന് ചൊറിയാതെ ഈശ്വരനാമ ജപത്തോടുകൂടി മിണ്ടാതെ ഇരുന്ന് ജീവിക്കുക. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇതാണ് ഒരു മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോ ഈ മകൻ പറഞ്ഞു, അച്ഛാ ലോകം ആപത്തുകളിൽ പെട്ടിങ്ങനെ വിഷമിക്കല്ലേ, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പെട്ടെന്നൊന്നും പരിഹാരം കാണാതിരിക്കുമ്പോ ഈ വിധത്തിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതൊക്കെ ശരിയാണോ? അഹോരാത്രങ്ങൾ നമ്മുടെ ആയുസിനെ കവർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. രാത്രിയും പകലും നമ്മുടെ ആയുസ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മള് പ്രായമായി പോവും, ജര ബാധിച്ചു പോവും, അല്ലെ, മരണവും വരും. ഓരോ ദിവസം കഴിയും തോറും അത്രയും ആയുസ് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വാർന്നു വാർന്നു പോകുന്ന പോലെ, കുളത്തിലെ മത്സ്യങ്ങളെ പോലെ ആകുന്ന മനുഷ്യന് സുഖമായി ഇരിക്കാൻ സാധിക്കുമോ? എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ സുഖമായി ഇരിക്കുന്നുണ്ടോ? ഇല്ല. മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിങ്ങനെ വെള്ളം പോയി 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 മത്സ്യങ്ങളെല്ലാം മരിച്ചു പോകുന്ന പോലെ നമുക്ക് അസുഖങ്ങളൊക്കെ കൂടിക്കൂടി നമ്മൾ പ്രായമായി അവസാനം മരണം വരില്ലേ? നമ്മൾ ഒരിക്കൽ പോലും സുഖമായി ഒന്നും ഇരിക്കുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ശ്വാകാര്യമധ്യ കുർവീധ പൂർവാഹണേ ചാഹരണികാം നഹി പ്രതീക്ഷതേ മൃത്യു കൃതം വാസ്യന വാകൃതം അദൈവ കുര്യത് ശ്രേയ മാം ത്വാ കാലോ ത്യാഗാമഹാൻ കോഹി ജാനതി കസ്യാധ്യ മൃത്യുകാലോ ഭവിഷ്യതി എന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യാം. അതായത് നാളേക്ക് ഇങ്ങനെ നീട്ടരുത്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക. വൈകുന്നേരം ചെയ്യേണ്ടത് രാവിലെ തന്നെ ചെയ്യണം. അത് വൈകിട്ടുള്ള കാര്യമില്ല, അത് വൈകിട്ട് ചെയ്താൽ മതി എന്നല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് വൈകിക്കാതെ നമ്മൾ ചെയ്യണം. മൃത്യു ഒരിക്കലും ഒന്നിനെയും കാത്തിരിക്കില്ല. മനസ്സിലായില്ല? മരണം എപ്പോ വേണമെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാം. നല്ല ശ്രേയസ്കരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇപ്പൊ തന്നെ ചെയ്യണം. നന്മ ചെയ്യാനുള്ള കാര്യങ്ങൾ ആ തോന്നിയ സമയത്ത് തന്നെ ചെയ്യണം. അല്ലാണ്ട് അത് പിന്നെ ആവട്ടെ എന്ന് കരുതി ചെയ്യാൻ പാടില്ല. ആരെ എപ്പോൾ മരണം വന്ന് വിളിച്ചു കൊണ്ടുപോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും ആരെ വേണമെങ്കിലും മരണം വിളിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് യുവത്വം വിടുന്നതിന് മുൻപ്, അതായത് നമ്മുടെ ആരോഗ്യം വിടുന്നതിന് മുൻപ് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതൊക്കെ ചെയ്തു തീർക്കണം. വാർദ്ധക്യത്തെ കാത്തു നിൽക്കരുത്. നമ്മൾ വയസ്സാവുന്നത് വരെ ഒരു കാര്യവും ചെയ്യാൻ നമ്മൾ കാത്തു നിൽക്കരുത്. മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മരണം വരുമ്പോ നമുക്ക് ദുഃഖിക്കേണ്ടി വരും. നമ്മൾ ഒരിക്കലും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി മാത്രം ജീവിക്കരുത്. അവസാനം ഒറ്റപ്പെട്ടു പോകും. ഇത് ഭാര്യമാരാണെങ്കിലോ എപ്പോഴും ഭർത്താക്കന്മാർക്കും മക്കൾക്കും വേണ്ടി ജീവിക്കരുത്, ഒറ്റപ്പെട്ടു പോകും. നമ്മൾ നമുക്ക് വേണ്ടിയും ജീവിക്കണം. നമസ്തേ അമ്മ.
നമ്മൾ നമുക്ക് വേണ്ടിയും ജീവിക്കണം. മനസ്സിലായില്ലേ? മരണം നമ്മെ എപ്പോഴും കൂടെ കൂട്ടി ഇങ്ങനെ നടക്കുകയാണ്. ആ മരണത്തിന്റെ കൂടെ നമ്മളെ എപ്പോഴും ഇങ്ങനെ മരണം കൂട്ടിക്കൊണ്ട് നടക്കുകയാണ്. ഏത് സമയത്തും മരണം എന്ന് പറയുന്ന ആക്രമണം നമ്മളെ പിടികൂടാം. അതുകൊണ്ട് ധർമ്മനിർവഹണത്തിൽ, ധർമ്മം ചെയ്യേണ്ട കാര്യത്തിൽ നമ്മള് നല്ല ജാഗരൂകരായിരിക്കണം. ധർമ്മം ചെയ്യേണ്ട സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ധർമ്മം ചെയ്യണം. സത്യവും അഹിംസയുമാണ് മരണത്തെ ജയിക്കാനുള്ള 2 വഴി. സത്യത്തിന്റെ പാതയിൽ നിൽക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെയാവുമ്പോ നമുക്ക് എന്തായി? മരണത്തെ നമുക്ക് ജയിക്കാൻ സാധിക്കും. അമൃതം ചൈവ മൃത്യുശ്ച ദ്വയം ദേഹേ പ്രതിഷ്ഠിതം മിഥുരാപഥ്യതേ മോഹാത് സത്യേനാപഥ്യതേ മൃതം എന്ന് വെച്ചാൽ മൃത്യുവും അമൃതവും, അതായത് മരണവും അമൃതവും ഈ ശരീരത്തിൽ തന്നെ നമുക്കുണ്ട്. ലൗകിക കാര്യങ്ങളിലുള്ള ഭ്രമം, ഈ ലോകത്തോടുള്ള നമ്മുടെ ആസക്തി, ആ ഭ്രമം, അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? മരണം ഉണ്ടാവുന്നത്. സത്യാഹിംസങ്ങളെ കൊണ്ട് അമൃതവും ഉണ്ടാകുന്നു. സത്യത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് ആരെയും ഹിംസിക്കാതിരുന്നാൽ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിൽ അമൃത് വരുന്ന പറയുന്നത്. ഇവ രണ്ടും മർത്യ ശരീരത്തിലുണ്ട്. സത്യവും ഉണ്ട്, അമൃതവും ഉണ്ട്. സത്യത്തിന്റെ പാതയിൽ ജീവിക്കുക, നമ്മള് അമൃതിനെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കുക. എങ്ങനെയാ അമൃതിനെ ഉണ്ടാക്കുക? മറ്റു ജീവികളെ ഒന്നും നമ്മൾ വേദനിപ്പിക്കാതെ. കോഴീനെയും എന്താ പറയാ, ഈ വേറെന്താ തിന്ന ആൾക്കാര്? കോഴി, മറ്റേ മീന്, ഈ പന്നി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നുമല്ലോ. അപ്പൊ ഇതൊക്കെ അഹിംസയാണ്. അപ്പൊ ഹിംസയാണ് ഇതൊക്കെ. അപ്പൊ ആ ഹിംസയിലേക്കൊന്നും നമ്മൾ പോവാതിരിക്കുക. അതെ, നിഴല് പോലെ മരണം കൂടെയുണ്ട്. അപ്പൊ ആ ഹിംസയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു നല്ല സാത്വികമായിരിക്കുന്ന ജീവിതത്തിൽ മുന്നേറുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് മരണം നമ്മളെ എളുപ്പമൊന്നും കൊണ്ടുപോവില്ല. നമുക്ക് ദുർമരണങ്ങൾ സംഭവിക്കില്ല. നമുക്കും ഉണ്ടാവില്ല, നമ്മുടെ തലമുറക്കും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെന്താ പറയുന്നത്? നാസ്തി വിദ്യാസമം ചക്ഷുർനാസ്തി വിദ്യാസമം ഫലം, നാസ്തി രാഗസമം ദുഃഖം, നാസ്തി ത്യാഗസമം ദുഃഖം എന്ന് വെച്ചാൽ, അതുകൊണ്ട് സത്യത്തെ മുറുകെ പിടിക്കുക. വിദ്യ കൊണ്ട് എല്ലാം കാണാൻ കഴിയും. അതുപോലെ ജീവിതം സഫലമാകുന്ന മറ്റൊന്നില്ല. സത്യവും അറിവും കൊണ്ട് ജീവിതം സന്തോഷകരമാക്കുന്നത് പോലെ മറ്റൊന്നും നമുക്ക് ഇല്ല എന്നാ പറയുന്നത്. പിന്നെയോ രാഗം പോലെ ദുഃഖം ഉണ്ടാകുന്നതായും മറ്റൊന്നില്ല. ഒന്നിനോട് ആഗ്രഹങ്ങളും വേണ്ട. അങ്ങനെ ആഗ്രഹങ്ങൾ വന്നാൽ എന്തുണ്ടാവും? നമുക്ക് ദുഃഖമുണ്ടാവും. ത്യാഗം പോലെ സുഖം നൽകുന്ന മറ്റൊന്നുമില്ല. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുമ്പോൾ അതുപോലെ സുഖമുള്ളൊരു കാര്യം വേറെ ഇല്ല. അതുകൊണ്ട് അങ്ങ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ആലോചിക്കേണ്ട കാര്യം? കിംതേ ദൈനർ ബാന്ധവ വൈർഭാവി കിംതേ ദൈനർ ബ്രാഹ്മണയോ മരിഷ്യസി ആത്മാനനിശ്ചമാ ഗുഹാം പ്രവിഷ്ടം പിതാമഹാസ്തേക്കോ ഗദ്വാ പിതാചഹ എന്ന് വെച്ചാൽ, അങ്ങേക്ക് ധനം കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഭാര്യയെ കൊണ്ടൊക്കെ എന്ത് കാര്യമുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. പണം കൊണ്ട് എന്ത് കാര്യമുണ്ട്? ഭാര്യയെ കൊണ്ട് എന്ത് കാര്യമുണ്ട്? ബന്ധുക്കളെ കൊണ്ട് എന്ത് കാര്യമുണ്ട്? സൗഹൃദങ്ങളെ കൊണ്ട് എന്ത് കാര്യമുണ്ട്? നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഇതൊന്നും ഒരു കാര്യമല്ല, അല്ലേ? നമ്മൾ 10 ദിവസം കഴിയുമ്പോൾ അവർക്ക് ഭാരമാവും. ധനമില്ല എങ്കിലും നമ്മൾ ഭാരമാവും. ഭാര്യ ഇല്ല എങ്കിലും അയാൾ ഒരു കല്യാണം പോലും കഴിച്ചില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യമാവും. അങ്ങനെ എന്ത് ജീവിതത്തിൽ ഇല്ലെങ്കിലും നമ്മളൊരു ബാധ്യതയായി മാറും മറ്റുള്ളവർക്ക്. അങ്ങ് മരിക്കാൻ പോകുന്നവനല്ലേ? അല്ലേ? ശരിയല്ലേ? നമ്മളെല്ലാവരും മരിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ? ജനിച്ചു, ഇനി മരണം ഉറപ്പാണ്. ഹൃദയ ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന ആത്മാവിനെ അന്വേഷിക്കൂ. എന്താ പറയുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ നമ്മളോട് അന്വേഷിക്കാനാ പറയുന്നത്. അങ്ങയുടെ പിതാമഹന്മാരും പിതാവും ഒക്കെ എവിടെ പോയി? നമ്മുടെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അവരുടെ അച്ഛൻ, അങ്ങനെയുള്ള നമ്മുടെ തലമുറകളൊക്കെ എവിടെ പോയി? എല്ലാരും പോയി. ഇനി നമ്മളേ ഉള്ളൂ ഈ ലോകത്ത്. ആലോചിച്ച് നോക്കൂ. മകന്റെ വാക്ക് കേട്ടപ്പോ അച്ഛന്റെ കണ്ണ് തുറന്നു. എന്നിട്ടോ അതുപ്രകാരം ധർമ്മം അനുസരിച്ചുള്ള ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുകയും ചെയ്തു. പിതാമഹന്റെ വാക്കുകൾ കേട്ട് ധർമ്മപുത്രനും ഒരുപാട് സന്തോഷമായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലായി. ഓക്കെ, ഒരൊറ്റ മിനിറ്റ്, ഇപ്പൊ വരാവേ. എന്നിട്ട് സന്യാസി ധർമ്മങ്ങളും കൂടെ എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചെറിയ ചാപ്റ്ററാണ്.
ഇനി എന്താ? സന്യാസി ധർമ്മങ്ങൾ. പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചത് മനുഷ്യന്റെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നാണ്. പ്രകൃതിക്കും അപ്പുറമുള്ള ശാശ്വതമായിരിക്കുന്ന സ്ഥാനം നേടാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രകൃതിക്കും മേലെ ഒരു ശാശ്വതമായ സ്ഥാനമുണ്ട്. ആ സ്ഥാനം നേടാൻ എന്തു ചെയ്യണം? ഇതാണ് ചോദിക്കുന്നത്. ആ സ്ഥാനത്തിന്റെ മഹത്വം എന്താണ്? അപ്പൊ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കാണ്, പ്രകൃതിക്ക് അതീതമായ സ്ഥാനമാണ് ബ്രഹ്മപദം. പ്രകൃതിക്ക് മുകളിലുള്ള ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രഹ്മപദം എന്ന് പറയുന്നത്. നിവൃത്തി മാർഗം അനുസരിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? നിവൃത്തി മാർഗം അനുസരിച്ചുകൊണ്ട് കർത്തവ്യങ്ങളാണ് മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടത്. അല്ലാതെ അഹങ്കാര ബോധത്തോടു കൂടിയുള്ള ജീവിതം ഒരിക്കലും എന്തല്ല, ശാശ്വതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സന്യാസിമാരുടെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തരാം, കേട്ടുകൊള്ളൂ എന്ന് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു. ലൗകികമായിരിക്കുന്ന കാര്യങ്ങളിൽ വിരക്തനായി തീർന്ന ഒരാള് വീടും നാടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാചര്യം കൊണ്ട് ജീവിക്കണം. ഒരാൾക്ക് ഇപ്പം ലൗകികമായിരിക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഇഷ്ടമില്ലെങ്കിൽ അയാൾ സന്യസിക്കാൻ പോയിക്കോട്ടെ. അയാളെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല, അയാൾ സന്യസിക്കാൻ ഇറങ്ങും. വീട്ടുകാർക്ക് വിഷമം ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ മാത്രമേ വീടുകളില് ഭിക്ഷയ്ക്ക് ചെല്ലാവൂ. ചില വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല, അന്നത്തെ ദിവസം അവർക്ക് കഴിയാൻ വകയുണ്ടാവില്ല. അങ്ങനെയുള്ള വീടുകളിൽ പോയിട്ട് എന്ത് ചെയ്യരുത്? ഭിക്ഷ ചോദിക്കരുത്. അങ്ങനെയുള്ള വീടുകളിൽ പോയിട്ട് ഭിക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ തരാനൊന്നും ഉണ്ടാവില്ല. കുചേലന്റെ വീട്ടിൽ കയറിയ പോലെ അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള വീടുകളിൽ പോയിട്ടൊന്നും നമ്മൾ ഭിക്ഷ ചോദിക്കരുത്. പല വീടുകളിൽ നിന്ന് ഭിക്ഷ വാങ്ങി ഭക്ഷണം ശേഖരിച്ചു വെക്കാനും പാടില്ല. ഒരു സന്യാസി ജീവിക്കേണ്ട രീതിയാണത്. ഭിക്ഷാടനം കൊണ്ട് കിട്ടുന്ന അല്പാഹാരം, അതെന്തായാലും കുറച്ചാണെങ്കിലും ആ കുറച്ച് ആഹാരം കൊണ്ട് ജീവിതം നയിക്കുക. മനസാ വാചാ കർമ്മണ, ഒരാൾക്കും വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യവും പറയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും ഒരു സന്യാസി എന്ത് ചെയ്യരുത്? നമ്മളെ പോലെയുള്ള വ്യക്തികളല്ല, സന്യാസം സ്വീകരിച്ച് സന്യാസികളായിരിക്കുന്ന വ്യക്തികൾ ഒന്നും ശേഖരിച്ചു വെക്കാൻ പാടില്ല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും മറ്റൊരാൾക്ക് വിഷമമുണ്ടാവുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അഹിംസാവ്രതം കൃത്യമായി പാലിക്കണം. ഒന്നിനെയും എന്ത് ചെയ്യരുത്? ബലി കൊടുക്കരുത്. ആരെങ്കിലും കയർത്ത് സംസാരിച്ചാൽ പോലും ഈ സന്യാസി എന്ന് പറയുന്ന വ്യക്തി ക്ഷമിക്കണം. ഒരു സന്യാസി എതിർത്ത് സംസാരിക്കാൻ പാടില്ല. കയർത്ത് സംസാരിക്കണം ഒരാൾ നമ്മളോട് വന്നിട്ട്. അപ്പൊ ഈ സന്യാസി ഞാനും ഒരു മനുഷ്യനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കരുത്. ഈ സന്യാസി ക്ഷമയോടുകൂടി സംസാരിക്കണം. കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഒരിക്കലും ഒരു സന്യാസിക്ക് കോപം വരരുത്, ദേഷ്യം വരാൻ പാടില്ല. എപ്പോഴും എല്ലാവരോടും ശാന്തമായി തന്നെ സംസാരിക്കണം. പ്രിയമുള്ള വാക്കുകളെ പറയാവൂ. നല്ല സ്നേഹത്തോടെയുള്ള വാക്കുകളെ ഒരു സന്യാസിയുടെ വായെന്ന് വരാൻ പാടും. ആരെയും നല്ലതാക്കി പുകഴ്ത്തി പറയാനും പാടില്ല. ആരെയും താഴ്ത്തി കെട്ടിയും ഒരു സന്യാസി സംസാരിക്കരുത്. മറ്റുള്ളവര് പോയിട്ട് ഈ സന്യാസിയെ അപമാനിച്ചാൽ പോലും ആ മനസ്സിന്, സന്യാസിയായ വ്യക്തിയുടെ മനസ്സിന് ഒരു എന്താ പറയാ, ഒരു ഇങ്ങനെ ദേഷ്യഭാവത്തിലുള്ള ഒരു വികാരം ഉണ്ടാവരുത്. യദൃശ്ച ലാഭസന്തുഷ്ടനായിരിക്കണം യതി. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടിയോ അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. അല്ലാതെ ഇന്നത് വേണം ഇന്നത് വേണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇതൊന്നും ഒരു സന്യാസിക്ക് ഉണ്ടാവരുത്. വിജനമായിരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് സാധന ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലായില്ലേ? ആരുമില്ലാത്ത സ്വസ്ഥമായിരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യണം? സാധന ചെയ്യണം. അല്ലാണ്ട് 4 പേര് ഇരിക്കുന്നിടത്ത് വന്നിരുന്നിട്ട് എല്ലാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് സാധന ചെയ്യാൻ പാടില്ല. ലൗകിക മനുഷ്യരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല ഒരു സന്യാസി. ലൗകിക കാര്യങ്ങൾ സംസാരിച്ചിട്ട് വെറുതെ സമയം കളയാനും പാടില്ല. പിന്നെന്താ പറയുന്നത്? എപ്പോഴും നല്ല പ്രസന്നവദനായിട്ടുള്ള മുഖമായിരിക്കണം ഒരു സന്യാസിയുടേത്. മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു വ്യക്തിയായിരിക്കണം സന്യാസി എന്ന് പറയുന്നത്. ഒന്നിലും ആശ പാടില്ല. ഒരു സന്യാസിയായിരിക്കുന്ന വ്യക്തിക്ക് ഒന്നിലും ആശ പാടില്ല. ഒന്നിലും നിർബന്ധ ബുദ്ധിയും പാടില്ല. ഇന്നത് തന്നെ ചെയ്യണം, അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും പാടില്ല. ഗൃഹസ്ഥന്മാരുള്ള സംസർഗം കംപ്ലീറ്റും ഒഴിവാക്കണം ഒരു സന്യാസി. ഒരു സന്യാസി വര്യനാണ് എങ്കിൽ കുടുംബമായി ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് പൂർണ്ണമായി അകലം പാലിച്ച് ജീവിക്കണം. ജ്ഞാനികളാകാൻ ആഗ്രഹിക്കുന്ന സന്യാസികൾക്ക് ഇതാണ് മോക്ഷമാർഗം. മനസ്സിലായില്ലേ? ആട്ടാതെ. ജ്ഞാനികളായിരിക്കുന്ന സന്യാസികൾക്ക് ഇതാണ് മോക്ഷമാർഗം.
പരമപ്രാപ്തിക്കുള്ള മോക്ഷമാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിലാവുന്നു? അതുകൊണ്ട് അഭയം സർവഭൂതോഭ്യാം ത്വദായ പ്രവർച്ചതേ ഗൃഹാത് ലോകസ്ഥേ ജോമയാസ്തസ്യ തഥാനന്ദിയേ കൽപ്പതേ എന്ന് വെച്ചാൽ എല്ലാവർക്കും അഭയം നൽകിക്കൊണ്ട് സ്വന്തം വീട് വിട്ട് സന്യസിക്കുകയാണെങ്കിൽ അവന് അനന്തമായിരിക്കുന്ന തേജോ ലോകങ്ങൾ ലഭിക്കുന്ന പറയുന്നത്. സ്വന്തം വീടൊക്കെ വിട്ടിട്ട് ഒരു സമാധാനപരമായ ഒരു ലോകത്തേക്കാണ് ഒരു സന്യാസി ജീവിക്കുന്നത് എങ്കിൽ ആ സന്യാസിക്ക് തേജോ ലോകങ്ങൾ, അതായത് ഉയർന്ന ലോകങ്ങൾ ലഭിക്കുന്ന പറഞ്ഞത്. അപ്പൊ നമ്മളൊരു സന്യാസിയെ കാണുമ്പോഴേക്കും ആ സന്യാസി കാവ്യ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അയ്യോ അതൊരു സന്യാസിയാണെന്നേ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലെടുത്ത് നമ്മുടെ തലയിൽ വരും. അങ്ങനെയല്ല, ഒരു സന്യാസിക്ക് ഇത്രയും ക്വാളിറ്റീസ് ഉണ്ട്. ഇത്രയും ക്വാളിറ്റീസിലൂടെ നമ്മൾ ആ സന്യാസിയെ തിരിച്ചറിയണം. ഒരു യഥാർത്ഥ സന്യാസിയാണോ അല്ലേ എന്നുള്ളത്. അങ്ങോട്ട് പോയി തല്ലിയാലും ആ തല്ല് ഇങ്ങനെ മേടിച്ച് നിൽക്കുക ചെയ്യാം. പ്രതികരിക്കില്ല ഒരു സന്യാസി. യഥാർത്ഥ സന്യാസി പ്രതികരിക്കില്ല. യാഥാർത്ഥ്യമില്ലാത്ത സന്യാസികളാണ് പ്രതികരിക്കാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വൃത്രഗീത എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതും കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, വൃത്രഗീത. പിന്നീട് ധർമ്മപുത്രൻ ചോദിക്കുകയാണ്, പിതാമഹ ധർമ്മജൻ ധന്യൻ ധന്യൻ എന്നെല്ലാവരും പറയുന്നു. അങ്ങനെയുള്ള സന്യാസിമാരൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ജയപ്രതാക് മഹാരാജക്ക് അങ്ങനെയാണ്. അപ്പോ ധർമ്മജൻ ധന്യൻ ധന്യൻ എന്നെല്ലാവരും പറയുന്നു. എന്താണ് ഈ ധന്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നേക്കാൾ ദുഃഖം അനുഭവിക്കുന്നവർ ഈ ലോകത്തിൽ ഉണ്ടാവുകയില്ല. മാനിക്കപ്പെടുന്നവരായിരിക്കുന്ന ജനങ്ങളെല്ലാം ദുഃഖിതരായിട്ടാണ് കാണുന്നത്. എന്നാണ് ഈ ദുഃഖത്തിനൊരു അവസാനം ഉണ്ടാവുക? എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയിട്ട് ഏകാന്തതയോടുകൂടി കാലം കഴിച്ചു കൂട്ടാൻ എനിക്കും ആഗ്രഹമുണ്ട്. എന്നാൽ കുറച്ച് പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനും പറ്റുന്നില്ല. എനിക്ക് ദുഃഖാതീതമായിരിക്കുന്ന അല്ലെ ദുഃഖമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താൻ എന്നാ കഴിയുക? ദുഃഖമില്ലാത്ത ഒരു സ്ഥിതി മനുഷ്യനുണ്ടാവോ എന്നാ ചോദിക്കുന്നത്. പിതാമഹൻ പറഞ്ഞു, എന്താ പറയുന്നത്? യുധിഷ്ഠിര, എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. മനസ്സിലായില്ലേ എന്താ പറയുന്നത്? എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ലോകത്തിൽ മാറ്റം വരാത്തതായിട്ട് ഒന്നിനും കാണാൻ പറ്റില്ല. എല്ലാത്തിനും ലോകത്തിൽ മാറ്റം വരും. അങ്ങയുടെ ദുഃഖത്തിനും ഒരു അവസാനമുണ്ട്. സമയമാകുമ്പോൾ മോക്ഷപ്രാപ്തിയും ഉണ്ടാകും. അറിയാത്തതിന്റെ അറിവില്ലായ്മയുടെ ഫലമാണ് ഈ പുനർജന്മവും ദുഃഖവും ഒക്കെ നമ്മളെ തേടി വരുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് വൃതന്റെ ഒരു കഥയുണ്ട്. വൃതൻ ഒരു കഥയുണ്ട്. എന്താ കഥ? യുദ്ധത്തിൽ തോറ്റിട്ട് ശത്രുക്കളുടെ നടുക്ക് യാതൊരു ദുഃഖവും കൂടാതെ, ഒരു ദുഃഖവും ഇല്ലാതെ നിൽക്കുന്ന ഒരു ജ്ഞാനിയായ വൃത്രനുണ്ട്. വൃത്രൻ എന്നാണ് പേര്. അദ്ദേഹം നിൽക്കുകയാണ്. ശത്രുക്കളെ പിടിയിൽ പെട്ടിട്ട് യുദ്ധത്തിലൊക്കെ തോറ്റിട്ട്, പക്ഷെ ഒരു ഭാവമാറ്റവും ഇല്ല. അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കണ്ടിട്ട് ശുക്രമഹർഷി ഒരു ചോദ്യം ചോദിച്ചു. ശത്രുക്കൾ രാജ്യമൊക്കെ തട്ടിയെടുത്തിട്ട് യുദ്ധത്തിൽ പരാജയമൊക്കെ കിട്ടിയിട്ടും നിനക്കെന്താ ദുഃഖമൊന്നും കാണാത്തത്? എന്താ ഇങ്ങനെ നീ നിർവികാരനായി ജീവിക്കുന്നത്? നിന്റെ രാജ്യം മുഴുവൻ ശത്രുക്കളെ ഏറ്റെടുത്തില്ലേ? ഇപ്പൊ നീ ഒന്നുമില്ലാതെ അവിടെ നിൽക്കല്ലേ, എന്താ നിനക്ക് ദുഃഖമില്ലാത്തത് എന്ന് ചോദിച്ചു. വൃത്രൻ എന്താ ചെയ്തത്? ഒരു മറുപടി പറഞ്ഞു. മഹർഷേ, സത്യം കൊണ്ടും തപസ് കൊണ്ടും ഞാൻ ജ്ഞാനം നേടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ക്ഷീണിതകയും നശ്വരതയും ഞാൻ അറിയുന്നു. എല്ലാം ജനിക്കുന്നു, നശിക്കുന്നു, ഇതൊക്കെ എനിക്കറിയാം മഹർഷേ. അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നില്ല. ഞാനിപ്പോ ഇവിടെ ദുഃഖിച്ചു നിന്നാൽ അടുത്ത നിമിഷം ഞാൻ മരിക്കും. പിന്നെ എന്റെ കർമ്മഫലം കൊണ്ട് ഞാൻ ജനിക്കും. എന്തിനാ പിന്നെ ദുഃഖിക്കുന്നത്? സംഭവിക്കാനുള്ളത് സംഭവിക്കും. അതുകൊണ്ട് എനിക്ക് ദുഃഖവും ഇല്ല, സന്തോഷവും ഇല്ല. ഞാൻ കഠിനമായ തപശക്തി കൊണ്ട് എല്ലാ ഐശ്വര്യവും ഞാൻ നേടിയിട്ടുണ്ട്. ഇന്ദ്രനെ കൂടി പേടിപ്പിച്ചിട്ട് നല്ല പ്രഭാവത്തോടെയും പ്രൗഢിയോടും കൂടി ഞാൻ ജീവിച്ചിട്ടുണ്ട്. കാലങ്ങളൊക്കെ മാറിയതോടെ അതെല്ലാം നശിച്ചു പോകുന്നു എനിക്കറിയാം. ജീവികൾ ഇങ്ങനെ സംസാരഗതിയിൽപ്പെട്ട് വരെയും പോവുകയും ഇങ്ങനെ ചെയ്യുകയാണ്. അവർ മരിക്കും ജനിക്കും. ഇവിടെ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. കർമ്മഫലം വീണ്ടും വീണ്ടും ജന്മത്തിന് കാരണമായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് നേരിട്ട ഈ ആപത്തിൽ ഞാൻ ദുഃഖിക്കുന്നില്ല. എൻ്റെ നാടും വീടും ഒക്കെ കൊണ്ടുപോക്കോട്ടെ, എനിക്കൊരു ദുഃഖവും ഇല്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇതെല്ലാം ഭഗവാന്റെ മായയില് വരുന്ന കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ഇന്നലെ വരെ ഈ രാജ്യമൊക്കെ എൻ്റെ കയ്യിലായിരുന്നു. ഇന്നിപ്പോ അത് അവരെടുത്തു. നാളെ മറ്റുള്ളവരെടുക്കും. ആയിക്കോട്ടെ, എനിക്കതിലൊന്നും സങ്കടമില്ല. അങ്ങനെ വൃത്രനും ശുക്രനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ആരെത്തി? സനത്കുമാര മുനി എത്തി. എന്നിട്ടോ രണ്ടുപേരും അദ്ദേഹത്തെ സൽക്കരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ശുക്രന്റെ അപേക്ഷ കേട്ടപ്പോ അദ്ദേഹം
വൃത്രന് എന്താ പറഞ്ഞു കൊടുക്കണം എന്നറിയാം? വിഷ്ണു മാഹാത്മ്യത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലയോ ദൈത്യേന്ദ്രിയ, വിഷ്ണുവിന്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരാത്തതാണ്, ഭയങ്കര മനോഹരമാണ്. ചരാചര പൂർണ്ണമായിരിക്കുന്ന ഈ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ എല്ലാം ഹേതുഭൂതൻ സാക്ഷാൽ ഭഗവാനാണ്. ഈ ലോകത്തിലെ സമസ്ത ചരാചരങ്ങളും ജനിക്കുന്നതും മരിക്കുന്നതും നിലനിൽക്കുന്നതും വരുന്നതും പോകുന്നതും അനങ്ങുന്നതും എല്ലാം ഭഗവാന്റെ കാരുണ്യത്താലാണ്. ഈ ലോകം വിഷ്ണുവിൽ നിന്നുണ്ടായതാണ്. വിഷ്ണുവിൽ നിലനിന്ന് വിഷ്ണുവിൽ തന്നെ ലയിക്കുന്നു. അപ്പോൾ ഈ ലോകം മുഴുവൻ വിഷ്ണുമയമാണ്. ആഭരണങ്ങളെല്ലാം സ്വർണ്ണ നിറത്തിൽ നിന്നുണ്ടായി, സ്വർണമായി തന്നെ നിലനിന്ന് സ്വർണത്തിൽ തന്നെ ലയിച്ചു പോവാണ് അല്ലെ? ആഭരണങ്ങളെല്ലാം സ്വർണത്തിൽ നിന്നുണ്ടായി, സ്വർണത്തിൽ നിലനിന്ന് സ്വർണത്തിലേക്ക് തന്നെ ലയിച്ചു പോവാണ്. ആ വിഷ്ണുവിനെ അറിയാൻ വേദജ്ഞാനമോ തപസ്സോ ഹോമമോ ബലിയോ ഒന്നും കൊടുക്കണ്ട. ആ വിഷ്ണുവിനെ അറിയാൻ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ചിട്ട് ബുദ്ധിയെ നല്ല ശുദ്ധമാക്കിയിട്ട് ഏകാഗ്രമാക്കിയിട്ട് നിൽക്കുമ്പോ എല്ലാം ഭഗവാനിലൂടെ നമുക്ക് ലഭിക്കും. അതിന് പ്രതിബന്ധമായി നിൽക്കുന്നത്, അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? മനസ്സിലെ മാലിന്യങ്ങളാണ്, മനസ്സിലെ അനാവശ്യ ചിന്തകളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള അസൂയ, ദേഷ്യം, വാശി, അവരെങ്ങനെ നശിപ്പിക്കാം എന്ന ചിന്തകളാണ് നമ്മളെ നശിപ്പിക്കുന്നത്. കാമക്രോധാദികളും രാഗദേശികളും പല ജന്മങ്ങളിലുമുള്ള ആത്മാർത്ഥതയെ ശ്രമം കൊണ്ട് ബുദ്ധിയെ നിർമ്മലമാക്കാൻ സാധിച്ചു. കുറേ ജന്മങ്ങളിൽ ചെയ്ത തെറ്റുകൾ കൊണ്ട് നമുക്ക് എന്താണ് ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടും നമ്മുടെ ബുദ്ധിയെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ആലോചിക്കുക, എത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇനിയെങ്കിലും അത് ശരിയാക്കണം എന്ന് ആലോചിച്ച് നമ്മുടെ ബുദ്ധിയെ നിർമ്മലമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ സർവഭൂതങ്ങളിലും സന്നിഹിതനായ ഹരിയെ കാണാൻ സാധിക്കും. നമ്മുടെ ബുദ്ധിയെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ക്ലീൻ ആയാൽ, നമ്മുടെ ഹൃദയം പരിശുദ്ധമായി കഴിഞ്ഞാൽ നമുക്ക് സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഹരിയെ കാണാൻ സാധിക്കും. ലോകത്തെ ഭഗവന്മയമായി കാണുമ്പോൾ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു. സത്യമായിരിക്കുന്ന ഈ ലോകത്ത് സർവ്വതിലും ഭഗവാനെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് എന്താ ലഭിക്കുന്നത്? കർമ്മങ്ങളെല്ലാം ക്ഷയിച്ചു പോവാണ്. നമുക്ക് സമസ്ത കർമ്മങ്ങളും ക്ഷയിച്ചിട്ട് നമുക്ക് ഒരു കർമ്മങ്ങളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? പുനർജന്മത്തെയും നമ്മൾ മറികടക്കാണ്. പുനർജന്മം ഒന്നും നമുക്ക് ഉണ്ടാവില്ല, ഭഗവാൻ മാത്രമേ നമുക്കുണ്ടാവൂ. ജീവന്റെ ഗതി എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. അത് പുണ്യം ചെയ്ത സ്വർഗത്തിലും പാപം ചെയ്ത നരകത്തിലും പോകുന്നുണ്ട്. പുണ്യം ചെയ്താൽ സ്വർഗത്തിലേക്കും പോകുന്നുണ്ട്, പാപം ചെയ്താൽ നരകത്തിലേക്കും പോകുന്നുണ്ട്. വീണ്ടും കർമ്മം ചെയ്യാൻ നമ്മൾ വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ വരികയാണ്. അവിടെ അവൻ വിവേകം സമ്പാദിച്ച് രജസ്തമോ ഗുണങ്ങളെ സദ്ഗുണം കൊണ്ട് ജയിച്ച് ശുദ്ധ സത്വഗുണം വളർത്തിയെടുക്കുമ്പോ മഹാവിഷ്ണുവിനെ സാക്ഷാത്കരിച്ച് പുനർജന്മത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഹരിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പുനർജന്മത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ബ്രഹ്മരൂപിയായിരിക്കുന്ന വിഷ്ണുവിന്റെ സാക്ഷാത്കാരം കൊണ്ട് പുനരാവൃത്തി രഹിതമായിരിക്കുന്ന നിത്യമായ പരമപദത്തെ പ്രാപിച്ച് ജീവൻ കൃതകൃദ്ധനായി തീരുന്നു. നമ്മൾ ഭഗവാന്റെ തൃപാദങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഹരിയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പുനരാവൃത്തമായിരിക്കുന്ന ജനന മരണങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് മനസ്സിനെ ജയിക്കുകയാണ് ഒന്നാമതായിട്ട് വേണ്ടത്. നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും ജയിക്കുക. മനസ്സിലിട്ടിട്ടിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ആവലാതി കൂട്ടാതെ മനസ്സിനെ ജയിക്കാൻ ശ്രമിക്കുക. ദുഃഖവും സുഖവുമെല്ലാം മായ കാര്യമായിരിക്കുന്ന മനസ്സിലാണ് ഉണ്ടാവുന്നത് അല്ലേ? സുഖവും ദുഃഖമൊക്കെ നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവുന്നത്. നമുക്ക് സുഖവും ഇല്ല ദുഃഖവും ഇല്ല. നമ്മൾ ഭഗവാൻ ഹരിയുടെ തൃപാദങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ മനസ്സിനെ ലോകത്തിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ തൃപ്പാധാര വിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുക. എന്താ ചെയ്യേണ്ടത്? ലോകത്തിലുള്ള പല വസ്തുക്കളോടുള്ള അമിതമായ ആവേശത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിന്തള്ളിക്കൊണ്ട് തിരിച്ചു പിടിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ തൃപ്പാധാര വിന്ദങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കണം. സനത്കുമാരന്റെ ഈ ഉപദേശം കേട്ടപ്പോ വൃത്രൻ ജ്ഞാനം നേടി കൃതാർത്ഥനായി എന്നാ പറയുന്നത്. വലിയ അറിവ് നേടി സന്തോഷവാനായി. അതുമാത്രമാണ് ദുഃഖം മാറാനുള്ള ഏക വഴി എന്ന് സനത്കുമാരാദികൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ക്ലിയർ, ഹാപ്പി? ഇനി വൃത്രവധം നാളെ എടുക്കാം. നാളത്തെ ക്ലാസ് എത്ര മണിക്കാന്നുള്ള ഗ്രൂപ്പിൽ വരും കേട്ടോ. അത് ശ്രദ്ധിച്ചു വെക്കണേ. നാളെ യാത്ര ചെയ്യാനുള്ളതാണ്. എന്ത് പറയുന്നു?
എവിടെയെങ്കിലും മഹാഭാരതം ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? കിച്ചൂട്ടന്റെ അനുഗ്രഹമല്ലേ എനിക്കും നിങ്ങൾക്ക് ഇതൊരുപോലെ പഠിക്കാൻ സാധിച്ചത്. മഹാഭാരതം എവിടെയെങ്കിലും ഇതുപോലെ വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? വിഷ്ണു സഹസ്രനാമൊക്കെ ഉപദേശിച്ചു കൊടുത്തത് ഇപ്പൊ വരും. ഹാപ്പി. രേണുകുട്ട നന്നായി പഠിക്കാം, മാതാജി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അമ്മ എന്ന് വിളിച്ച് എന്റെ കുട്ടി ഉറങ്ങിപ്പോയി കാണും, പാവം നന്ദൂട്ടൻ. കേട്ടത് ഇപ്പോൾ മാത്രം. അഞ്ജു മാതാജി കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല. ശ്രീല പ്രഭുപാജിയുടെയും നമ്മുടെ ജയപ്രതാക് മഹാരാജിന്റെയും ഗുരുപരമ്പരയുടെയും ഭക്തരുടെയും ഒക്കെ അനുഗ്രഹം നമ്മളിങ്ങനെ കേൾക്കാൻ സാധിച്ചത്. അതുപോലെ നമ്മൾ പ്രിയപ്പെട്ട കുറേ വ്യക്തികൾ നമ്മളെ ഒഴിവാക്കി തള്ളി. അപ്പോൾ അങ്ങനെ സ്ഥാനഭ്രംശം സംഭവിച്ചത് കൊണ്ട് നമുക്കിതൊക്കെ അറിയാൻ സാധിച്ചു അല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് പോയി കിടന്നുറങ്ങുക. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ. മനസ്സിനെ നിയന്ത്രിക്കുക, ആരോഗ്യത്തെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുക. ഓക്കെ, നമസ്തേ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. നമസ്തേ, ഓം ശ്രീ മാത്രേ നമഃ. ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മ വിളിച്ചോളൂ, രാജലക്ഷ്മി മാതാജി നാളെ ഫോണിൽ വിളിച്ചോളൂ. ഇപ്പം ഞാൻ ഉറങ്ങാൻ പോവാം, നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക് യാത്ര ചെയ്തിട്ട്. താങ്ക് യു മാതാജി.